നോക്കുന്നതാവുന്നത് ഹൃദയം, അങ്ങോട്ടാണ് അള്ളാഹു നോക്കുന്നത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അയ്യുന്നാസി അഫ്ദലു, ആരാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായവർ? ഏറ്റവും ശ്രേഷ്ഠമായ ആൾ ആരാണ്? അപ്പൊ നമ്മിലൊക്കെ ശ്രേഷ്ഠതയുള്ള ആളുകൾ ഉണ്ടാകും. അതിൽ ചില വേരിയേഷൻസ് ഉണ്ടാകും. ചിലര് വളരെ നല്ല ശ്രേഷ്ഠത ഉള്ളവര്, ചിലർ കുറച്ചുള്ളവര്, ചിലർ അങ്ങോട്ട് എത്തുന്നവര്, ചിലർ എത്തിക്കൊണ്ടിരിക്കുന്നവര്, അങ്ങനെയൊക്കെ കാണും. ആരാണ് നബിയെ? അയ്യുന്നാസി അഫ്ദലു യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ഏറ്റവും നല്ല ശ്രേഷ്ഠർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിന്റെ ഗുരു ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി മഹാനായ ഇമാം ഇബ്നു മാജ അവരുടെ സുനനിൽ കിതാബ് സുഹദിൽ പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയുടെ മറുപടി വരുന്നു, കുല്ലു മഖ്മൂമിൽ ഖൽബി സുദൂഖുൽ ലിസാൻ, കുല്ലു മഖ്മൂമിൽ ഖൽബി സുദൂഖുൽ ലിസാൻ. സുദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്നവർ എന്നാണ്. അത് എപ്പോഴും പറയുന്നവർക്കാണ് സുദൂഖ് എന്ന് പറയാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്താഖിയയിലേക്ക് നിയോഗിച്ച 2 റസൂലുമാരുടെ പേരുകളിൽ സ്വാദിഖ്, സദൂഖ് എന്ന് കാണാൻ കഴിയും. സൂറത്തു യാസീനിലെ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ വിവക്ഷ നോക്കിയാൽ സദൂഖ് എന്ന് പറഞ്ഞ ഒരു ദൂതനെ ഈസാ നബി അലൈഹിസ്സലാം അവരുടെ ഹവാരിയങ്ങളിൽ നിന്ന് നിയോഗിച്ചിട്ടുണ്ട്. എപ്പോഴും സത്യം പറയുന്നവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സദൂഖ്, സ്വാദിഖ് എന്നുള്ള പേരൊക്കെ ഉണ്ടാവും. സദൂഖ് അതിന്റെ സൂപ്പർലറ്റീവ് ഫോമാണ്. ഏറ്റവും കൂടുതൽ സത്യം പറയുന്ന ആൾ, എപ്പോഴും സത്യം പറയാൻ. ഇടക്കൊക്കെ നുണ വിളിച്ചു പറയുന്നവരുണ്ടാവും. അവരെ സദൂഖ് എന്ന് പറയില്ല. പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതും സദൂഖാവൂല. പറഞ്ഞത് പറഞ്ഞെന്ന് തന്നെ പറയണം. അത് പൊരുത്തപ്പിടിക്കേണ്ട വിഷയമാണ്. തെറ്റാണെന്ന് സംഭവിക്കണം. അപ്പോ അങ്ങനെ പറയുന്നവരൊന്നും ഇതിൽ പെടൂല. അതാണ് വിഷയം. സദൂഖുൽ ലിസാൻ, എപ്പോഴും സത്യമേ പറയൂ. അവര് പറഞ്ഞു, നബിയെ, സദൂഖുൽ ലിസാൻ നഅരിഫുഹു, സത്യസന്ധരായ ആളുകൾ എന്നർത്ഥം വരുന്ന സദൂഖുൽ ലിസാൻ ഞങ്ങൾക്ക് മനസ്സിലായി നബിയെ. ഫമാ മഖ്മൂമുൽ ഖൽബ്, മഖ്മൂമുൽ ഖൽബ് എന്താണ് നബിയെ? മഖ്മൂം അറബിയിൽ ഖമംതുൽ ബൈത, ഒരു വീട് ഞാൻ ഖമംതു എന്ന് പറഞ്ഞാൽ ഐ ഖനസ്തുഹു, ഞാനത് അടിച്ചുവാരി എന്നാണ്. ഹൃദയം അടിച്ചുവാരുന്ന ആളുകൾ, ഹൃദയം ഇടക്കിടക്ക് ശുദ്ധിയാക്കുന്നവർ. മഖ്മൂമുൽ ഖൽബ് ആരാണെന്ന് പറഞ്ഞപ്പോ ഹബീബുനാ നബി തങ്ങൾ കൊടുത്ത മറുപടി ഹുവ തഖിയ്യുൻ നഖിയ്യു, അത് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചോനെ നീ ഞങ്ങൾ അതിൽ പെടുത്തണേ തമ്പുരാനെ. അന്നഖിയ്യു, ഹൃദയം ശുദ്ധിയുള്ള ആളുകളാണ് അവര്. എന്തൊക്കെ? അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ് അവര്. അത്തഖിയ്യു അന്നഖിയ്യു, ഹൃദയം ശുദ്ധിയുള്ളവരാണ്. ലാ ഇസ്മ ഫീഹി, ആ ഹൃദയത്തിനുള്ളിൽ കുറ്റമില്ല. വലാ ബഗിയ, അക്രമ സ്വഭാവമില്ല. കാണുന്നവരോടൊക്കെ ദേഷ്യം, അങ്ങനെ നടക്കുന്നവരുണ്ട്. ജീവിതം മുഴുവൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുന്നവര്, മുഖം വീർപ്പിച്ച് നടക്കുന്നവര് ഒന്നും ഇതിൽ പെടൂല. വലാ ഗില്ല, അസൂയയില്ല, പകപോക്കലില്ല. വലാ ഹസദ, ഒരാളോടും ഒരു കുബുദ്ധിയുമില്ല, അസൂയയില്ല. അസൂയയില്ലാത്ത, ദുർചിന്തകളില്ലാത്ത, പകപോക്കണമെന്ന ആഗ്രഹമില്ലാത്ത, ഹൃദയം ശുദ്ധമായി നടക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളില്ലേ, അവരാണ് മഖ്മൂമുൽ ഖൽബ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, നബിയേ, അയ്യുന്നാസി അഫ്ളലു, ആരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ നബിയേ? കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. അപ്പൊ എന്തായി? നാവ് കൊണ്ട് സത്യം മാത്രമേ പറയുള്ളൂ. അവരും ഹൃദയം എപ്പോഴും ശുദ്ധിയാണ്. അതിലാരോടും പകല്ല. ശത്രുക്കളില്ലാത്തവര് ലോകത്തുണ്ടാവില്ല. മഹല്ലുകൾക്ക് വേറെ മഹൽ ശത്രുത ഉണ്ടാവും, പള്ളികൾക്ക് വേറെ പള്ളി, അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ കാലം. എന്താ ചെയ്യാ? നാടിന് വേറെ നാട്, അയൽവാസിക്ക് അയൽവാസിയോട്, ബന്ധുവിന് ബന്ധുവിനോട്, ഒരു ബന്ധം ഇല്ലാത്തവനോട്, ഇങ്ങനെ പകയും വിദ്വേഷവും
അങ്ങനെയൊക്കെ സമയം കളഞ്ഞ് മനുഷ്യരുടെ പിന്നാലെ കൂടുന്ന ആളുകൾ ദൗർഭാഗ്യവാന്മാരാണ്. അല്ലാഹു തആല സൽബുദ്ധി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹാണ്. അതിന്റെ ചില റിവായത്തുകളിൽ ഉൾഫുണ്ടെങ്കിലും വളരെ സ്വഹീഹാണെന്ന് പല റിവായത്തുകളിലൂടെ വന്ന ഒരു ഹദീസാണിത്. ഇതിന്റെ ആശയം പല വാക്കുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ചർച്ച ചെയ്യുന്നത്, അള്ളാഹു നോക്കുന്നത് ഹൃദയം മടിച്ചു വാരുന്നവരിലേക്കാണ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര വലുതാണ് എന്നതല്ല വിഷയം. നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയശുദ്ധി എത്രയുണ്ട്, ഇതാണ് അള്ളാഹു നോക്കുന്നത്. അവിടെയാണ് വിഷയം കിടക്കുന്നത്. കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വലിയ വലിയ പദ്ധതികള്. മനുഷ്യന്മാരോട് മുഖം വീർപ്പിച്ചാൽ നടക്കുക, സലാം പറഞ്ഞാൽ മടക്കൂല. എന്താ അവിടെ കാര്യം? ഒരു കാര്യമില്ല. അത്ര സാധുക്കളുണ്ടെന്നാ? നമ്മളെ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് സലാം മടക്കൂല. സുബ്ഹാനല്ലാഹ്. മുമ്പ് നമ്മളെ സംഘടന അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യില്ല, സലാം പറയാൻ പറ്റൂല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എന്താ ബാക്കിയുള്ള ബിദ്അത്തിനെ പറ്റി ഞാൻ എന്താ പറയാ? ചെയ്യാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറയാ, അതന്നെ ചെയ്യുള്ളൂ എന്ന് മനുഷ്യന്മാര് പറയാ. എങ്ങനെ ഉണ്ടാവും? ഇന്ന ബൈന യദൈ സാഅതി, അന്ത്യനാൾ വന്നെടുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും തസ്ലീമുൽ ഖാസ്വ, സ്വന്തക്കാരോട് മാത്രം സലാം പറയുന്നൊരു കാലം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിന്റെ അടയാളമാണ്. അത്തരം ആളുകൾ നമ്മുടെ ഇടയിലൂടെ നടക്കുമ്പോ കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അടയാളാണ് നടക്കുന്നത്. സലാം പറഞ്ഞാൽ മടക്കാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ. മഖ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ, നാവ് കൊണ്ട് സത്യം മാത്രം പറയുകയും ഹൃദയം എപ്പോഴും ശുദ്ധമാക്കി വെക്കുന്ന അത്തഖിയുൻ നഖിയുല്ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ. അങ്ങനെയാണ് നബി തങ്ങൾ വിശദീകരിച്ചത്. സംശുദ്ധമായ ഹൃദയമുള്ള ഒരാൾ, ആ ഖൽബിനുള്ളിൽ എന്തില്ല? പകല്ല, ദേഷ്യല്ല. ഇവിടെയാണ് വിഷയം. നിസ്കാരം കുറെ, ഇബാദത്ത് കുറെ എടുത്തില്ല, അതല്ല. ഫർളുകളും അല്ലാഹു തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ബാധ്യതകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴിയുണ്ട്. ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയവുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവർക്കല്ലാതെ നാളെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാദ്യമായി വേണ്ടത് ഹൃദയത്തിനുള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വിനയം തോന്നലാണ്. മനുഷ്യനാരും ഒരാളും വലിയവനാണെന്ന് തോന്നരുത്. ഒരു ഉമ്മാക്ക് തോന്നരുത് ഞാൻ വലിയ ആളാണെന്ന്, ഒരു ഉപ്പാക്ക് തോന്നരുത്, ഒരു പണ്ഡിതന് തോന്നരുത്, ഒരു വാല് പറയുന്ന ആൾക്ക് തോന്നരുത്, ഒരു മുതഅല്ലിമിന് തോന്നരുത്, സാധാരണക്കാരന് തോന്നരുത്. എപ്പോഴും വിചാരിക്കേണ്ടത് അയാൾ എന്നെക്കാളും നല്ല ആളായിരിക്കും. അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അതിന് കുറെ വിവരം വേണമെന്നൊന്നുമില്ല, തഖ്വ ഉണ്ടായാൽ മതി. എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പരിശുദ്ധമായ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹി മുസ്നി റളിയല്ലാഹു തആല ഹറം പരിശുദ്ധമായ മക്കയിലെ അറഫയിൽ അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ അറഫയാണല്ലോ. നബി തങ്ങൾ പറയുമായിരുന്നു, പരിശുദ്ധമായ അറഫയിൽ നിൽക്കുമ്പോ അള്ളാഹു പുറത്തു തന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അള്ളാഹ് എനിക്ക് പുറത്തു തരുമോ, എനിക്ക് മാപ്പ് തരുമോ എന്ന് സംശയിക്കാൻ പോലും പാടില്ലെന്നാണ്. ആ അറഫയിൽ മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹി മുസ്നി റളിയല്ലാഹു അൻഹു അറഫയിൽ ഇങ്ങനെ കരഞ്ഞിങ്ങനെ നിൽക്കുമ്പോ ഹജ്ജിന് പോകുന്ന സമയത്ത്, ആ ഹജ്ജിന്റെ നേരത്ത് മഹാനവറുകൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി പറയുകയാണ്, ലൗലാ അന്നി ഫീഹിം ലഖുൽതു ഖദ് ഗഫറല്ലാഹു ലഹും. ഈ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് വന്നവര്, ഈ കൂട്ടത്തിൽ ഞാനൊരു മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് പറയാൻ ധൈര്യമുണ്ട്, ഗഫറല്ലാഹു ലഹും, ഇവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ ധൈര്യമുണ്ടാകുമായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ പാപിയായ ഈ മനുഷ്യൻ ഞാൻ ഇവിടെ ഉണ്ടായത് കാരണം ഈ ആളുകൾക്ക് അല്ലാഹു ഞാൻ കാരണം പുറത്തു കൊടുക്കാതിരിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണെന്ന് ഏറ്റവും വലിയ വിനയവും താഴ്മയും പഠിപ്പിച്ച ബക്ർ ഇബ്നു അബ്ദുല്ലാഹി മുസ്നി റളിയല്ലാഹു അൻഹു.
എല്ലാവർക്കും പുറത്തു കൊടുത്തു എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഞാനിതിന്റെ ഇടയിൽ പെട്ടതുകൊണ്ട് പടച്ചോനെ, ഞാൻ കാരണം അവർക്ക് കിട്ടാതെ ഒന്ന് പോകുമോ? ഈ വിഷയം ഉദ്ധരിക്കുമ്പോ അല്ലാമ ദഹബി തങ്ങൾ അവരുടെ സൈല അലാമുൻ നുബലായി മഹാനവറുകൾ ഒരു താലീഖ് ചെയ്തിട്ടുണ്ട്. ഈ വാക്കിനെ മഹാനവറുകൾ അതിനെ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. കദാലിക യംബഗീ ലിൽ അബ്ദി അൻ യസ്രി അലാ നഫ്സിഹി വയഹ്മിമഹാ. ഇങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഞാൻ മോശപ്പെട്ടവനാണോ? എന്നിൽ കുഴപ്പങ്ങളുണ്ടോ? എന്നിൽ തകരാറുകളുണ്ടോ? എന്റെ വിഷയം എന്താണ്? ഞാൻ അത്ര വലിയ മുന്തിയ ആളല്ലല്ലോ എന്ന് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യേണ്ടത് മനുഷ്യൻ അനിവാര്യമാണ്. മഹാനായ ഇമാമുന മുസ്ലി റളിയല്ലാഹു അൻഹു ചെയ്ത പോലെ ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കണമെന്ന് മഹാനായ അല്ലാമ ദഹബി തങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് ഹൃദയം ശുദ്ധിയാവുക. നമ്മൾ തന്നെ ആലിമുൽ അല്ലാമയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെയല്ല. എപ്പോഴും ഹൃദയത്തിനുള്ളിൽ നമ്മൾ മോശക്കാരാണ് എന്ന് തന്നെ വിചാരിക്കണം എന്നാണ്. അതന്നെയാണ് വിവരമുള്ള ഓരോരുത്തർക്കും മീതെ അവരെക്കാളും വിവരമുള്ള വേറെ ആളുകളുണ്ട്. അങ്ങനെയാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാമിനെ അങ്ങനെ അല്ലാഹു പഠിപ്പിച്ച ഖിദർ നബിയുടെ കൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞിട്ട് വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, ഏത് ജ്ഞാനിക്ക് മീതെയും അവരെക്കാളും ജ്ഞാനമുള്ള ഒരാളുണ്ട്. മൻ അലമു അഹ്ലിൽ അർളി, മൂസ നബിയെ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇൽമുള്ള ആളാരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് റിസാലത്തിന്റെ പദവിയുള്ള അല്ലാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ നബിയും മുർസലുമായ അല്ലാഹു തആല മുഅ്ജിസത്തുകളെ കൊണ്ട് ആദരിച്ച മഹാനായ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു പോയി, ഞാൻ തന്നെയാണ്. അല്ലാഹു പറയുന്നത്, മൂസ നബിയെ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. അല്ലാഹു അലം, ആർക്കാണ് ഏറ്റവും അറിവുള്ളതെന്ന് അല്ലാഹുവിനെ അറിയുകയുള്ളൂ. അത് പറയാത്തത് കൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ അബ്ദ് സ്വാലിഹായ ഖിദർ നബിയുടെ കൂടെ യാത്ര പോകാൻ പറഞ്ഞില്ല അല്ലാഹു തആല. മൂസ നബിയെ നിങ്ങൾക്കറിവില്ലാത്തത് ഖിദർ നബിക്കറിയാം, ഖിദർ നബിക്കറിവില്ലാത്തത് നിങ്ങൾക്കറിയാം. ഇൽമിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയി പഠിക്കണം, ഖിദർ നബിയുടെ കൂടെ യാത്ര പോകണമെന്ന് ശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു പറയുന്നത് മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തഅദീബ് ചെയ്ത ഭാഗമാണ്. പിന്നുണ്ടോ സാധാരണക്കാരുടെ വിഷയം? അല്ലാഹു തആല നമുക്കൊക്കെ ഹൃദയ വിശുദ്ധി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൃദയം ക്ലീൻ ചെയ്യലാണ്. ഹൃദയം കണ്ട് ക്ലീൻ ചെയ്യാം. ഇന്ന് നമ്മൾ ഈ സദസ്സിന് എഴുന്നേറ്റ് പോകുമ്പോ നമ്മൾ ബാക്കിയുള്ളവന്റെ അവസ്ഥ എന്താന്ന് ആലോചിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും നമ്മുടേത് ആലോചിക്കാം. എന്റെ കാര്യം, ഞാൻ എന്റെ ഹൃദയം ശുദ്ധിയാക്കട്ടെ എന്ന് ഓരോരുത്തരും. അതിന് സഹായിക്കുന്ന ചില വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ഹദീസും ചില ചരിത്ര സംഭവങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ കടന്നു വരിക. ആളുകളുടെ കുറ്റങ്ങൾ, നന്മ ഒരുപാടുള്ള ആളുകൾ, കുറ്റം കുറവാണ്, അങ്ങനത്തെവരുണ്ടാവും. കുറ്റം ഒരുപാടുണ്ട്, നന്മ കുറവാണ്, അങ്ങനത്തെവരുണ്ട്. ഈ രണ്ട് വിഭാഗത്തോട് രണ്ട് നിലയിലാണ് പെരുമാറാൻ പറഞ്ഞത്. അങ്ങനെയാണ് വഴിയെ ചർച്ച അവസാനിക്കുമ്പോ ഇമാം ദഹബി തങ്ങളുടെ ഒരു ഖൗല് ഞാൻ ഉദ്ധരിക്കും. അപ്പൊ പല സംശയങ്ങൾക്കും മറുപടി അതിൽ തീരും. ഒരു മനുഷ്യന്റെ നന്മ കൂടുതലാണ്, എന്നാ പിന്നെ എന്ത് ചെയ്യരുത്? എന്തെങ്കിലും ഒരു അപാകത വന്നു, എന്തെങ്കിലും ഒരു പെശക് വന്നു, അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? ഒരാളെ ഉപദ്രവിക്കരുത്. പള്ളി കമ്മിറ്റിക്കാരൊക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, ഒരുപാട് സേവനം ചെയ്യുന്നവരാണ്. ജനറൽ ബോഡിക്ക് വന്നിട്ടാ കാരണം മറ്റോന്റെ വക, നമ്മളാ പൈപ്പ് നന്നാക്കിന്റെ ബില്ലില്ലല്ലോ, പട്ടാമ്പി പോയി വന്നു എന്ന് കാണുന്നുണ്ട്, അതിന്റെ ഓട്ടോറിക്ഷന്റെ ബില്ല് കാണില്ലല്ലോ. ഈ സാധു എത്രയോ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പള്ളിയെ സഹായിച്ച ആളായിരിക്കും. പക്ഷെ ഇറങ്ങിപ്പോരുമ്പോ 100 റുപ്യ കട്ടു പള്ളിന്റെ റുപ്യാന്ന് അപ്പം പറഞ്ഞുണ്ടാക്കുക. ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനെ അതൊരു മോഷണം ചെയ്തത് തന്നെ അല്ല എന്നിരിക്കട്ടെ, പച്ച നുണ പറഞ്ഞുണ്ടാക്കും മനുഷ്യന്മാര്. അതുകൊണ്ട് കമ്മിറ്റിക്കാരൊക്കെ അള്ളാനെ വിചാരിച്ചിട്ട് കമ്മിറ്റിക്കാരായാൽ മതി. നാട്ടുകാരിൽ നല്ല വാക്കൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഇറങ്ങിപ്പോകുമ്പോ കള്ളനായിട്ടൊക്കെ ഇറങ്ങിപ്പോവുക. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളൂ ചെയ്യുന്ന പണി. ഒരു മനുഷ്യന്റെ നന്മ കൂടുതലാണെങ്കിൽ ആ മനുഷ്യന്റെ തിന്മയെ എടുത്തിട്ട് എന്ത് ചെയ്യരുത്? അപമാനിക്കാൻ പാടില്ല. തെറ്റില്ലാത്തവരുണ്ടാവില്ലല്ലോ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ നമ്മുടെ താബിഈങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നഹു ലൈസ മിൻ ശരീഫിൻ വലാ ആലിമിൻ വലാ ദീ ഫളിൻ ഇല്ലാ വഫീഹി ഐബുൻ. ശരീഫ് എന്ന് അറബ് നാടുകളിൽ പറഞ്ഞാൽ
സയ്യിദന്മാർ, തങ്ങന്മാരെന്ന അർത്ഥം. ആ ഭാഗങ്ങളിലൊക്കെ ഷെരീഫ് എന്ന വാക്കിനർത്ഥം തങ്ങന്മാർക്കാണ് ഷെരീഫ് എന്ന് പറയാം. ഏതൊരു തങ്ങളാവട്ടെ, വലാ ആലിമിൻ, ഏത് പണ്ഡിതനാവട്ടെ, വലാ ദീ ഫദ്ലിൻ, സ്ഥാനമുള്ള ആരാവട്ടെ, ഇല്ലാ വഫീഹി ഐബുൻ, എന്തെങ്കിലും ഒരു ചെറിയ ഐബെങ്കിലും ഇല്ലാത്ത ആരാണുണ്ടാവുക? മലക്കളെ പോലെ ജീവിക്കാൻ ദുനിയാവിൽ കഴിയോ? നബി വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് മനുഷ്യന്മാരെ വിചാരണ ചെയ്യലാണ് നാട്ടുകാരുടെ മൊത്തം ജോലി, അല്ലെ? ഓരോരുത്തരെ വിചാരണ ചെയ്യാൻ, സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്താൽ തീരാവുന്ന വിഷയമുള്ളത്. ഓരോ ആളുകൾക്കും സയ്യിദന്മാരാവട്ടെ, പണ്ഡിതന്മാരാവട്ടെ, ശ്രേഷ്ഠതയുള്ള ആളുകൾ ആരാവട്ടെ, നേതൃസ്ഥാനത്തിരിക്കുന്നവരാവട്ടെ, അഴിബുകളില്ലാത്ത ആളുകൾ ആരാണുള്ളത്? വലാകിൻ മിനന്നാസി മൻ ലാ യംബഗി അൻ തുദ്കറ ഉയൂബുഹു, ചില ആളുകളുടെ ഐബുകൾ പറയപ്പെടാൻ പാടില്ലെന്നാണ്. ജനങ്ങളിൽ ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകളുടെ തട്ടിപ്പ് ചെയ്യുന്ന ആളുകളുടെ ഐബുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. എന്നാൽ ചില ആളുകളുടേത് പറയാൻ പാടില്ലാത്തതാണ്. മൻ കാന ഫദ്ലുഹു അക്സറ മിൻ നഖ്സി വഹിബ നഖ്സുഹു ലിഫദ്ലി, ഏതൊരു മനുഷ്യന്റെ മഹത്വമാണോ ആ മനുഷ്യന്റെ ന്യൂനതയേക്കാൾ കൂടുതലുള്ളതെങ്കിൽ ആ മനുഷ്യന്റെ ന്യൂനതകൾ അയാളുടെ ആ ഫദ്ല് മാനിച്ചുകൊണ്ട് വിസ്മരിക്കപ്പെടേണ്ടവയാണ്. അവിടെ മറന്നുപോകണം. ഉദ്ധരിക്കപ്പെടാൻ പാടുള്ളതല്ല, അപമാനപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു. ഇതങ്ങ് ആലോചിച്ചാലേ, ഒരു വീട്ടിലാണെങ്കിൽ അമ്മായിമാക്ക് മരുമകളെ പറ്റി കുറെ കുഴപ്പങ്ങളുണ്ടാവും. നമ്മൾക്ക് വല്ല നന്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ നന്മയുണ്ടാവും. നന്മ കൂടുതലാണോ എന്നാ പിന്നെ അവളെ കുറ്റം പറയണ്ട. അമ്മായിമാനെ പറ്റി മോൾക്കും അങ്ങനെയായിരിക്കും. എല്ലാ ഉമ്മാർക്കും, നാട്ടിലുള്ള ഉമ്മാർക്കും വാപ്പാർക്കും ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ലേ? അപ്പം നന്മ കൂടുതലാണോ, ആ കുഴപ്പമൊക്കെ ഒന്ന് മറന്നേക്ക്, അത് സാരമില്ല, നീ അങ്ങ് സഹിച്ചേക്ക്, അതൊന്നും പറഞ്ഞു നടക്കണ്ട എന്നാണ് മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. നന്മ കൂടുതലാണെങ്കിൽ തിന്മയുള്ള ആളുകളുടെ ആ തിന്മകൾ നന്മ കൂടുതലായതിന്റെ പേരിൽ മറന്നുപോകണം, ഒരിക്കലും പറഞ്ഞു പോവരുത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഹൃദയം ശുദ്ധിയാക്കാൻ നമ്മളോട് പറഞ്ഞ ആയത്തുകൾ എത്രയാണ്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു തആല ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇത് ഇന്നത്തെ ജുമുഅ ഖുതുബയിൽ കേട്ടോലൊന്ന് കൈപൊക്കിയാട്ടെ. ആരും ജുമുഅക്ക് പോയിട്ടില്ലേ? മാഷാഅല്ലാഹ്. പെണ്ണുങ്ങൾ പോക്കണ്ട, നിങ്ങൾ ജുമുഅക്ക് വരുന്നില്ലല്ലോ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ജുമുഅക്ക് പോയിട്ട് ബാക്കിയുള്ളവർ പൊക്കാത്തത് ഉറങ്ങിയോട് കേട്ടിട്ടില്ല എന്നാൾക്കാർ ഒന്നുകിൽ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നായിരിക്കും അല്ലെ, രണ്ടാലൊരു അർത്ഥമായിരിക്കും. ജുമുഅക്ക് പോകാത്തവരുണ്ടാവില്ലല്ലോ. നമ്മൾ ദുആക്ക് അവസാനിക്കുമ്പോഴേ അവസാനത്തെ ദുആയിൽ ഇങ്ങനെ പറയും, ഇമാമിയങ്ങൾ ചൊല്ലും, റബ്ബന ഗ്ഫിർ ലനാ, കാരുണ്യവാനേ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പേ ഈമാൻ കിട്ടിയ ആളുകള്, ഞങ്ങൾക്ക് മുമ്പേ മുസ്ലിമായവര്, ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയവര്, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, ഒരു സത്യവിശ്വാസിയോടും ഒരു മുഅ്മിനായ മനുഷ്യനോടും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെറുപ്പ് തരല്ലേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. സൂറത്തുൽ അറാഫിൽ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. നബിയെ അങ്ങ് മാപ്പ് പിടിക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. വഅ്മുർ ബിൽ ഉർഫി, നന്മ കൊണ്ട് കൽപ്പിക്കുക നബിയെ. വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകൾ പലതും വിളിച്ചു പറയും എന്ന് മറുപടി പറയരുത്. വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകളിൽ നിന്ന് മുഖം തിരിച്ചു കളയണം. വിവരമില്ലാത്തവർ എന്തൊക്കെ പറയും, അവർക്കൊക്കെ പറയാനുള്ള ചാൻസാണ് വാട്സപ്പ് ഒക്കെ വന്നത്. ആർക്കും എന്ത് വിളിച്ചു പറയാം. അല്ലാഹുവേ, വല്ലാത്ത കാലല്ലേ. ഖുർആൻ പറയാം, മുഖം തിരിച്ചു കളയും, അതിനൊന്നും സമയം കളയരുത്. മാപ്പ് ചെയ്തു കൊടുക്കുക, നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ വിവരമില്ലാത്തവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മുഖം തിരിക്കുക. ഒരു മഹല്ലിൽ ജോലി ചെയ്യുന്നപ്പോ, തിരുവത്ര വയസ്സിപ്പോ ഇവിടെ ജോലി ചെയ്യുന്നത്, ആശ്രമ വയസ്സി
നമ്മുടെ മഹല്ല് ഖതീബാണല്ലേ. ഏതൊരു മഹല്ലിലും ഉസ്താദിന്റെ കുറെ സ്വന്തക്കാരുണ്ടാവും. ഇനി ഉസ്താദ് ഇനി അള്ളാന്റെ മലക്കാന്ന് പറഞ്ഞാലും അതേ ഉസ്താദ് അങ്ങനെ തന്നെയാണ്, അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുന്ന കുറച്ചാൾക്കാര്. ഉസ്താദ് നല്ല ആൾക്കാണെങ്കിൽ നമ്മൾ നല്ല ആൾക്കാണ്, ഉസ്താദ് വളഞ്ഞാൽ ഞങ്ങളും വളയും, അങ്ങനത്തെ കുറച്ചാൾക്കാർ എല്ലാ മഹല്ലിലും ഉണ്ടാവും. പിന്നെ കുറച്ചാൾക്കാർ ഉസ്താദ് നാട്ടിൽ നിന്ന് വരുമ്പോ ബസ്സിൽ നിന്ന് ഇപ്പൊ ഏത് കാല് വെച്ചിട്ടാണ് ഇവർ ഇറങ്ങിയത്, വലത്തേതോ ഇടത്തേതോ, ഇങ്ങനെ നോക്കി ഇങ്ങനെ മൈക്രോസ്കോപ്പായിട്ട് നടക്കുന്ന കുറച്ചാൾക്കാരും എല്ലാ മഹല്ലിലും ഉണ്ടാവും. അതുപോലെ ആകെ ഡിറ്റക്റ്റീവുകളാ, കുറ്റം കണ്ടെത്താൻ വേണ്ടി നടക്കുന്നവരാ. പിന്നെ ഇനി ഉസ്താദ് എന്ത് ചെയ്താലും പിടിക്കാത്ത കുറച്ചാൾക്കാരുണ്ടാവും. അത് എന്ത് തന്നെ ആയാലും ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് തന്നെ. അപ്പൊ ഞാൻ പറയണത് മഹല്ല് മാറി പോകണ്ട. ഏത് മഹല്ല് പോയാലും കഥാപാത്രങ്ങൾ ഒന്ന് തന്നെയാണ്, ആള് എല്ലായിടത്തും ഇങ്ങനെയാണ് അവസ്ഥ. എല്ലായിടത്തും വലിയൊരു അത്ഭുതമാണ് ജനങ്ങളുടെ ഈ സൈക്കോളജി, വലിയ അത്ഭുതമാണ് ജനങ്ങളുടെ മൈൻഡ് സെറ്റ്, വലിയ അത്ഭുതമാണ്. നമുക്കത് മാറ്റാൻ കഴിയൂല, നമുക്ക് അതിനനുസരിച്ച് മാറാൻ പറ്റും. ജനങ്ങളെ മാറ്റാൻ കഴിയൂല, നമ്മൾ മാറാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫഅഫു അൻഹും വസ്ഫഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അതുകൊണ്ട് നബിയെ മാപ്പ് ചെയ്തു കൊടുത്തേക്കുക. വസ്ഫഹ്, മുഖം തിരിക്കിൻ. ഇതൊന്നും കേട്ടത് തന്നെ വിചാരിക്കണ്ട. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമാണ് നബിയെ പറഞ്ഞു കൊടുക്കണം. നന്മ ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടമാണ്. സൂറത്തുൽ മാഇദ. وَإِن تَعْفُوا وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَحِيمٌ. സൂറത്തു തഗാബുൻ. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുകയും വിട്ടുകൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, അള്ളാഹുവിന്റെ കരുണയും നിങ്ങൾക്ക് തരും. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്തുകൾ. സൂറത്തുൻ നൂറിലെ 21, 22 ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന ഹബീബിന്റെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ. വാപ്പ സ്വഹാബിയാണ്, മഹദി ഹബീബിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. ചെറുപ്പകാലത്തെ നബി തങ്ങളുടെ കൂടെ കഴിയാൻ ഭാഗ്യമുണ്ടായ മഹദി. അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് തന്നെ മാത്രം വേണമെന്ന് പറഞ്ഞ മോള്, എനിക്ക് നബിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല, എന്റെ ദിവസവും ബാക്കി ദിവസവും പറ്റുമെങ്കിൽ എനിക്ക് തന്നെ വേണം, എന്റെ റസൂൽ എന്റെ അരികത്ത് എപ്പോഴും വേണം എന്നാഗ്രഹിച്ചിരുന്ന ബീവിയാണ് ഹബീബിന്റെ ഭാര്യയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത ഒരു അപരാധം അന്ന് കപടവിശ്വാസികൾ പറഞ്ഞു പരത്തിയപ്പോൾ, യുദ്ധം കഴിഞ്ഞു വരുമ്പോ ബീവിയുടെ മാല നഷ്ടപ്പെട്ട് അത് നോക്കി നടന്ന് നേരം വൈകിയപ്പോ സഹാബികളെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി നിൽക്കുന്ന ഒട്ടകക്കട്ടില് കവർ ചെയ്തതാണ്, മൂടിയതാണ്. നേരമായപ്പോ അതിന്റെ ഉള്ളിൽ ബീവി ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒട്ടകപ്പുറത്ത് വെച്ച് യാത്രയായപ്പോ ഹബീബിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നഷ്ടപ്പെട്ടു പോയ മാല അന്വേഷിച്ച് മരുഭൂമിയിലൂടെ തെരഞ്ഞു നടക്കുമ്പോഴാണ് ഹബീബിന്റെ സംഘം മുഴുവനും യാത്രയായത്. നോക്കണം, നബിതങ്ങൾ ഒരു ഒട്ടകപ്പുറത്താണ്, ആയിഷ ബീവി വേറെ ഒട്ടകപ്പുറത്താണ്. ആയിഷ ബീവി അതിന്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് വിചാരിച്ച് സ്വഹാബികൾ ഒട്ടകക്കട്ടില് മേലെടുത്തു വെച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബീവിയെ സുഖം തന്നെയല്ലേ എന്ന ഒരു കമന്റോ ഒരു ചോദ്യമോ സ്വഹാബികൾ ചോദിക്കാറില്ല എന്നതിനർത്ഥം. പരിചയമുള്ള ആളല്ലേ, എന്റെ വർത്താനൊക്കെ പറയാം, അങ്ങനെ ചോദിച്ചെങ്കിൽ എന്റെ ഉള്ളിൽ ആളില്ല എന്ന് മനസ്സിലാവൂലേ? ആയിഷ ബീവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒട്ടകപ്പെട്ട് എടുത്തു വെച്ചു. സംഘം യാത്രയായി, നോക്കുമ്പോ ബീവി അവിടെ ഇല്ല. മരുഭൂമിയിലൂടെ മാല കിട്ടി തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് നബി തങ്ങൾ അവിടെ ഇല്ല. സ്വഹാബികളൊക്കെ പോയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിഷമിച്ചു പോയില്ലേ? നോക്കുമ്പോൾ ആരാരുമില്ലാതെ ഒറ്റക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് യുദ്ധത്തിലെ യാത്രാസംഘം സൈന്യം കടന്നു പോകുമ്പോ പിന്നിൽ വരുന്ന ഏതെങ്കിലും ആളുകൾക്ക് പിന്നിൽ ഒരാളെ നബി തങ്ങൾ നിയമിക്കും, കുറച്ചാളുകളെ കടന്നുപോയ യാത്രാസംഘത്തിൽ എന്തെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ പെറുക്കിക്കൊണ്ടുവരാൻ. അന്ന് ഡ്യൂട്ടിയുള്ള സ്വഹാബി മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു ആണ്. അവരിങ്ങനെ വരുമ്പോഴാണ് ഒരു രൂപം ഒരു പാറക്കല്ലിൽ ഇങ്ങനെ ഇരിക്കുന്നത്.
കണ്ടപ്പോഴേ മനസ്സിലായത് നബിയുടെ ഭാര്യയാണ്. ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ് കണ്ടു പരിചയമുണ്ട്. ഹിജാബിന്റെ ആയത്ത് മറവേണം, അന്യ സ്ത്രീ പുരുഷന്മാര് കണ്ടുകൂടാ എന്ന നിയമം വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ കണ്ടിട്ടില്ല. ആയിഷ ബീവിയെ കണ്ടപ്പോഴേക്കും ഒട്ടകപ്പുറത്തുള്ള സഫ്വാൻ എന്നവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പറഞ്ഞപ്പോ ബീവി സുബഹി നേരമായിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് ഉണർന്നു. ഒന്നും പറഞ്ഞില്ല ബീവി. എന്താണ് ഇവിടെ ഒച്ചക്കായി പോയത്, എന്ത് പറ്റിപ്പോയി, എന്താണ് കഥ, ഒന്നും ചോദിച്ചില്ല. ഒട്ടകം താഴ്ത്തി കൊടുത്തു. ബീവിയോട് മേലെ കയറാൻ വേണ്ടി പറഞ്ഞു. സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു ഒന്നും സംസാരിക്കാതെ ആയിഷ ബീവി പറയുന്നു, ഞാൻ അല്ലാഹുവിനോട് പറയുമായിരുന്നു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, കാരുണ്യവാനെ നീ എനിക്ക് മതി റബ്ബേ, നിന്നെ ഞാൻ കാര്യം ഭരമേൽപ്പിച്ചു തമ്പുരാനെ എന്ന് ഞാൻ എന്റെ വിഷയം അല്ലാഹുവിനെ ഏൽപ്പിച്ചു. എന്നോടൊരു വാക്ക് പോലും സംസാരിച്ചില്ല. ഹബീബിന്റെ സ്വഹാബിയായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒട്ടകപ്പുറത്ത് ഞാനും സഫ്വാൻ എന്നവർ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് താഴെയും നടന്നു വരുമ്പോഴാണ് അവിടുത്തെ കപടവിശ്വാസികൾ, മദീനക്കാരായ കാപട്യത്തിന്റെ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യവതിയായ മഹദിയെ, സംശുദ്ധയായ ബീവിയെ, പറയാൻ പാടില്ലാത്തത് ആയിഷ ബീവിയെയും സഫ്വാൻ തങ്ങളെയും വെച്ചുകൊണ്ട് ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി. ബീവിയും അവരും തമ്മിൽ അരുതാത്തത്, അള്ളാഹു നിഷിദ്ധമാക്കിയ വ്യഭിചാരം നടന്നു എന്ന് വരെ അവർ പറഞ്ഞുണ്ടാക്കി. ആ വിഷമം അള്ളാഹുവിന്റെ റസൂലിന് തെല്ലൊന്നുമല്ല നബിയെ വിഷമിപ്പിച്ചത്, സങ്കടപ്പെടുത്തിയത്. ആയിഷ ബീവി വിഷമിച്ചു പോയി. അള്ളാഹുവിന്റെ വിവരം വരുന്നില്ല, നബി ഞങ്ങൾക്ക് വഹി വരുന്നില്ല, ശുദ്ധീകരിക്കുന്നവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല, അവരുടെ ബീവിയുടെ ഉമ്മ ഇടപെടാൻ പറ്റുന്നില്ല, ബീവിക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബാണെങ്കിലോ ബീവിയോട് സംസാരിക്കുന്നുമില്ല. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ മനോഹരമായി ബീവിയുടെ ചരിത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാത്തത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ എന്നെ വിശ്വസിക്കും. എന്നാൽ അല്ലാഹുവിനറിയാം ഞാനത് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ എന്നെ പറ്റി പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പരത്തിയവരിൽ സ്വന്തം അമ്മായിയുടെ മകൻ മിസ്തഹ് ബിൻ ഉസാത്ത് റളിയല്ലാഹു അൻഹു പെട്ടുപോയിട്ടുണ്ട്. കുറെ ആളുകൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ ഏറ്റുപറയാൻ തുടങ്ങി. ഓരോന്ന് കേൾക്കുമ്പോ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഈ കേട്ടത് ശരിയാണോ എന്ന് ആദ്യം ചിന്തിക്കൂല. ഈ വാട്സപ്പിലൊക്കെ വരുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിച്ചോളി. പലരും പലതും പറഞ്ഞു ഇത് ശരിയാണോ എന്ന് നോക്കണം നമ്മള്. വാട്സപ്പ് എന്തല്ല വഹിയല്ല, ഫേസ്ബുക്ക് വഹിയല്ല, സോഷ്യൽ മീഡിയ വഹിയല്ല. കേൾക്കുമ്പോഴേക്കും ഫോർവേഡ്. ഇത് ഈ വിട്ടത് ശരിയാണോ, ഇതിൽ വല്ല കഴമ്പുണ്ടോ, ഇതൊന്നും നോക്കാതെ മനുഷ്യന്മാരായിട്ട് കമന്റും, തെറി പറയേണ്ട ഒരു തെറിയും, ചീത്ത പറയേണ്ട ഒരു ചീത്തയും, എന്തൊക്കെയാ ആവേശം. റഹ്മാനായ റബ്ബേ, എന്തൊരു ആവേശാണ്. ഒന്ന് ആലോചിക്കുന്നത് ശരിയാണോ, ഞാനിപ്പോ എന്തിനാ പറയണത്, ഈ കേട്ടത് വാർത്ത ശരിയാണോ? ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ നന്മയില്ലാത്തവരെ, തിന്മയുടെ ഉപാസകരായ ആളുകളെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ ഫതബയ്യനൂ, അത് സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്തിന്? അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. കേട്ടതൊക്കെ നിങ്ങൾ പറയാനും കേട്ടതനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയാൽ പല ആളുകൾക്കും അതുകൊണ്ട് ഉപദ്രവമുണ്ടാകും, പിന്നെ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഞങ്ങൾ ശുദ്ധ ഖുർആൻ പറയാണ്, ആയിഷ ബീവിയെ സംബന്ധിച്ച് ഒരു വെരിഫിക്കേഷൻ പോലും നടത്താതെ മിസ്തഹ് ബിൻ ഉസാത്ത എന്നവര്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന ആയിഷ ബീവിയുടെ വാപ്പ തീറ്റിപ്പോറ്റുന്ന ആളാണ്. മിസ്തഹ് റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മിസ്തഹും പറഞ്ഞു എന്ന് കേട്ടപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് സങ്കടമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇനി മുതൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തു. വല്ലാഹി ഇനി മുതൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കൂല. സ്വന്തം മോളെപ്പറ്റി, അതും സ്വന്തം ബന്ധുവായ മോള്, ഏതെങ്കിലും ഒരു മോളാണോ, അഷ്റഫുൽ ഖൽഖിന്റെ പെണ്ണല്ലേ, അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയല്ലേ, അത് മുഅ്മിനീങ്ങളുടെ ഉമ്മയല്ലേ,
ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ അത്വയ്യിബാതു ലിത്വയ്യിബീൻ. സച്ചരിതരായ ആളുകളെയാണ്, സച്ചരിതരായ ആളുകൾക്ക്, ആണുങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് നല്ലവരായ പെണ്ണുങ്ങളെയല്ലേ? അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖിന് ഇതുപോലെ തിന്മ ചെയ്യുന്ന ഒരാളെ അല്ലാഹു ഭാര്യയാക്കി കൊടുക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ ഏറ്റുപറഞ്ഞുപോയി. പറഞ്ഞുണ്ടാക്കിയതല്ല, കേട്ടത് ഫോർവേഡ് ചെയ്തു തന്നെ വിഷയം. തന്നെ ഏറ്റു പറയാന്ന് പറഞ്ഞാൽ കുറ്റം കിട്ടുന്ന സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു, ഇനി ഞാൻ ഒന്നും മിസ്തഹന്നവർക്ക് കൊടുക്കൂല. ഇത്രയും കാലം നമുക്കാണെന്ന് തോന്നൂലേ, നമ്മൾ ഒരുപാട് ഭക്ഷണവും മറ്റു സഹായമൊക്കെ ചെയ്ത് പരിപാലിച്ചു കൊണ്ടുപോരുന്ന ഒരു വീട്ടുകാര്, സ്വന്തം കുടുംബം തന്നെയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. സ്വന്തം മോളെ കല്യാണം വരുമ്പോ അത് വഴിക്കൊന്ന് മുടക്കി വിട്ടാലേ എങ്ങനെ ഉണ്ടാവും? എന്തായിരിക്കും അവസ്ഥ? സ്വന്തം പെങ്ങളെ കല്യാണം ഒരാൾ മുടക്കി, സ്വന്തം മോളെ കല്യാണം ഒരാൾ മുടക്കി എന്ന് കേട്ടാൽ എന്തായിരിക്കും? നമുക്ക് ആ മനുഷ്യനോട് സന്തോഷം തോന്നുമോ? ഇല്ല. വെറുപ്പ് തോന്നൂലേ? തോന്നും. ഇത് കല്യാണം മുടക്കിയതല്ല വിഷയം, അതിലും വലുതാണ്. മുത്തുനബിയുടെ മുത്തുനബിയുടെ ഭാര്യയെ സംബന്ധിച്ച്, ആയിഷ ബീവിയെ സംബന്ധിച്ച്, സിദ്ദീഖ സത്യസന്ധയായ മഹദിയെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞപ്പോ വാപ്പയല്ലേ സിദ്ദീഖ് എന്നവരെ സഹിക്കാൻ പറ്റുമോ? സത്യം ചെയ്തു പറഞ്ഞു, ഇനി മുതൽ ലാ ഉൻഫിഖു അലാ മിസ്തഹിൻ അബദാ, മിസ്തഹന്നവർക്ക് ഇനി ഞാൻ ഒന്നും ഒരു കാലത്തും കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله. നിങ്ങളിൽ മുതലാളിമാരായ ആളുകൾ സത്യം ചെയ്തു പറയരുത്. മിസ്കീന്മാർക്കും പാവപ്പെട്ടവർക്കും അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ പോയവർക്കും ഇനി ഞാൻ കൊടുക്കില്ല എന്ന് നിങ്ങളിൽ മുതലാളിമാർ സത്യം ചെയ്തു പറയരുത്. ഒരു മുതലാളിയെ പറഞ്ഞിട്ടുള്ളൂ സിദ്ദീഖ് എന്നവര്, പക്ഷെ അള്ളാഹ് പറഞ്ഞത് ഉലുൽ ഫളിൽ, മുതലാളിമാരാരും പറഞ്ഞേക്കരുത്. സിദ്ദീഖ് തങ്ങളെ മാത്രം ഉദ്ദേശിച്ച പറയുന്നത്, പക്ഷേ അള്ളാഹു ബഹുവചനമായിട്ടാ പറഞ്ഞത്. അങ്ങനെ ആരും നിങ്ങൾക്കൊരു വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ ഇടപെടൽ നോക്കണം. നിങ്ങളിൽ മുതലാളിമാര് പാവപ്പെട്ടവർക്ക് ഇനി കൊടുക്കില്ല എന്ന് സത്യം ചെയ്ത് പറയരുത്. നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കുന്നില്ലേ? നിങ്ങൾ പുറത്തു കൊടുക്കണേ. നിങ്ങൾ എന്നേക്കുമായി വിട്ടുകൊടുക്കണേ. അഫുവും സഫഹുമുണ്ട്. അഫു എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുക, സഫഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പുറത്തു തന്നിട്ടില്ലേ എന്ന് പോലും പിന്നെ പറയാൻ പാടില്ല. അങ്ങനെ മറന്നു കളയാ. ചിലർ അങ്ങനെ പറയും, ഞാൻ പിന്നെ അന്ന് മാപ്പാക്കി തന്നതാ, അന്ന് വേണ്ടാന്ന് വെച്ചതാ, പിന്നെ ഈ രണ്ടാമത് ചെയ്ത സ്ഥിതിക്ക് പിന്നെ എന്താ ചെയ്യാ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സഫഹ് എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി വിട്ടുകളഞ്ഞു, എന്നേക്കുമായി. അതിനെ സംബന്ധിച്ച് ഒരു ഡിസ്കഷനും പിന്നെ വരാൻ പാടില്ല. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണമേ, നിങ്ങൾ സഫഹ് ചെയ്തു കൊടുക്കണമേ, എന്നേക്കുമായി വിട്ടുകൊടുക്കണമേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് മാപ്പ് ചെയ്ത് കൊടുക്കുക. സിദ്ദീഖുന്നവരെ നിങ്ങളെ മോളെപ്പറ്റി മിസ്തഹ പറഞ്ഞു, ശരിയാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവനാണ്, അല്ലാഹു ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവരാണ്. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കിൻ. അതുവരെ ചെയ്ത നന്മ ഇനി അങ്ങോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ സിദ്ദീഖുന്നവരെ ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞു പോയില്ലേ, ബലാ വല്ലാഹി ഇന്നാ നുഹിബ്ബു അൻ യഗ്ഫിറ ലനാ റബ്ബുനാ. നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണ്ടയോ? ബലാ, വേണം റബ്ബേ, വേണം തമ്പുരാനെ. വല്ലാഹി ഇന്നാ നുഹിബ്ബു അൻ യഗ്ഫിറ ലനാ റബ്ബുനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവ് പുറത്തു തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു റബ്ബേ. അതുകൊണ്ട് എന്നേക്കുമായി ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തു. മിസ്തഹന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, അതുവരെ ചെയ്തിരുന്ന നന്മ തുടർന്നും ചെയ്തു കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതൊന്നും വലിയ എളുപ്പമല്ല. നമ്മളോട് ഇങ്ങനെ ഒരാൾ ചെയ്താലേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സിദ്ദീഖുന്നവരൊക്കെ ചെയ്ത പോലെ മിനിമം മിണ്ടാതെങ്കിലും നടക്കും അല്ലേ? ഞാൻ ഉപദ്രവത്തിനൊന്നും പോലില്ല, പക്ഷെ ഞാൻ മിണ്ടൂല അങ്ങനെ പറയും. പുറത്തു കൊടുക്കണമേ, മാപ്പ് ചെയ്തു കൊടുക്കണമേ. അത് ഹൃദയശുദ്ധിയുടെ ഭാഗമാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്.
ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സാണത്. നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഹദീസായിരിക്കാം ഇത്. കുന്നാ ജുലൂസൻ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്നഹ്, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഇതാ ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വരും. സ്വഹാബികളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ നോക്കാൻ തുടങ്ങി, ആരായിരിക്കും അത്? അപ്പോഴുണ്ട് ഒരു അൻസ്വാരിയായ സ്വഹാബി, വുളൂഇന്റെ വെള്ളം താടിരോമത്തിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ചിട്ട് നബി തങ്ങളുടെ മസ്ജിദിലേക്ക്, ഹബീബിന്റെ അരികത്തേക്ക്, ആ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ വന്നിരുന്നു, മജ്‌ലിസിലിരുന്നു. റബ്ബേ, ആ സ്വഹാബിയുടെ ഒരു ഭാഗ്യം. അന്ന് ദർസ് കഴിഞ്ഞു, നബി തങ്ങളുടെ വാള് കഴിഞ്ഞു. പിറ്റേ ദിവസം നബി തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു, ദാ ഇപ്പൊ ഒരാള് വരും, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണത്. എല്ലാരും നോക്കാൻ തുടങ്ങി. കൂട്ടത്തിലുണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ശരിക്കും കണ്ടു നോക്കുമ്പോ ഇന്നലെ വന്ന അതേ ആള് തന്നെ അവിടെ വന്നിരുന്നു. മൂന്നാമത്തെ ദിവസവും നബി തങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു, ദാ ഇപ്പൊ വരും സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ ഇപ്പൊ വരും. നോക്കുമ്പോൾ അതേ മനുഷ്യൻ തന്നെ ഇന്നലെ 2 ദിവസം വന്ന അദ്ദേഹം തന്നെ അന്നും വന്നു. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവർക്ക് തോന്നിയത്, ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് കൂടി നോക്കണം, എന്താണ് ഞങ്ങളാർക്കും ഇല്ലാത്ത ഇബാദത്ത് എന്നറിയാൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. ചോദിച്ചു, ഞാനും എന്റെ വാപ്പയും തമ്മിൽ ചെറിയൊരു കശപിശയുണ്ട്, നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചേക്കുമോ? അതേ, കുഴപ്പമില്ലല്ലോ. വീട്ടിൽ താമസിച്ചു. ഒരു ദിവസം കഴിഞ്ഞു, വല്ലതും കണ്ടോ? ഇല്ല, സാധാരണ പോലെ തന്നെ. 2ാമത്തെ ദിവസം ഇന്നായിരിക്കും തഹജ്ജുദ് വിചാരിച്ചു. അന്ന് ഒരു കാര്യമായിട്ടൊന്നുമില്ല. സുബഹിന്റെ തൊട്ടുമുമ്പ് എഴുന്നേറ്റു, നിസ്കരിക്കാൻ പോയി, 2 പേരും രാവിലെ ജോലിക്ക് പോയി. സുന്നത്ത് നോമ്പുണ്ടോ? ഒന്നുമില്ല, സാധാരണ പോലെ. 3ാമത്തെ ദിവസം പറഞ്ഞു, പൊന്നാര സ്വഹാബി, ആ കാര്യമായൊരു ഞാനും വാപ്പയും തമ്മിൽ പുരയിൽ കടന്നുറങ്ങാൻ പറ്റാത്ത യാതി വിഷമൊന്നും ഞങ്ങൾ തമ്മിലില്ല. പക്ഷെ നിങ്ങളെപ്പറ്റി നബി ഇങ്ങനൊരു വാക്ക് പറഞ്ഞപ്പോഴേ, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്കില്ലാത്ത എന്താണുള്ളത് എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്ന് കൂടിയതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാഹുവ ഇല്ലാ മാ റഅയ്ത, നിങ്ങളെ കണ്ടില്ലേ, അത്ര തന്നെ ഉള്ളൂ, സാധാരണ ജീവിതം. എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞു. പോയി ഒരു 4 അടി പോയപ്പോഴാ ആ സ്വഹാബി വിളിച്ചു, ഇങ്ങോട്ട് വരിൻ അബ്ദുല്ലാഹ്, ഇങ്ങോട്ട് വരിൻ അബ്ദുല്ലാഹി ഇബ്നു അംറേ, ഇങ്ങോട്ട് വരിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പിന്നെ മാഹുവ ഇല്ലാ മാ റഅയ്ത, നിങ്ങളെ കണ്ടത് അത്ര തന്നെ എന്റെ അടുത്തുള്ളൂ, വലിയ അമലൊന്നും എന്റെ അടുത്തില്ല. ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശാ, വിശ്വാസികളിൽ ഒരാളെയും ഞാൻ വഞ്ചിക്കുകയില്ല. എന്റെ നഫ്സിൽ ആരോടും ഒരു വഞ്ചന തോന്നാറില്ല, ആരും പറ്റിക്കൂല. പിന്നെ വലാ അഹ്സിദു അഹദൻ അലാ ഖൈരിൻ അതാഹു അല്ലാഹു ഇയ്യാ, അല്ലാഹു തആല ഒരു മനുഷ്യനെങ്ങാനും വല്ല പൈസയും കൊടുത്താൽ എനിക്കതിൽ ഒരു അസൂയയും തോന്നാറില്ല. അൽഹംദുലില്ലാ, അല്ലാഹ് കൊടുത്തു, അള്ളാന്റെ ഖജനാവ് വലുതല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ, പെര കണ്ടോ, റബ്ബിനെ കുളിപ്പിച്ചെടുത്തി പോന്നതായിരിക്കും കേട്ടോ, വെറുതെ പറയും. ഒന്നാവൂല, ആ മനുഷ്യൻ ബിസിനസ് ചെയ്തിട്ട് വാഹത്തിൽ ഉണ്ടാക്കിയ മുതലായിരിക്കും. എന്നാലും ഒന്ന് പറയും, മനസ്സമാധാനത്തിനെ, സമാധാനം കിട്ടാഞ്ഞിട്ടേ അത് കട്ടെടുത്ത് കൊണ്ടുവന്നതായിരിക്കും, വെറുതെ പറയാം. എന്നിട്ട് ആ സാധുവിന് പിന്നെ ആ നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. വെറുതെ ഒരുത്തിനും കമന്റ് അടിച്ചാൽ മതി. എനിക്കൊരു മുസ്ലിമായ മനുഷ്യനോടും എന്റെ മനസ്സിലൊരു വെറുപ്പ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഞാൻ കിടന്നുറങ്ങുന്നത് ലാ അഹ്സിദു അഹദൻ അലാ ഖൈരിൻ അതാഹു അല്ലാഹു ഇയ്യാ, ഒരു മനുഷ്യൻ അല്ലാഹു ഒരു നന്മ ചെയ്താൽ അതിലെനിക്ക് സന്തോഷമേ തോന്നാറുള്ളൂ. ഒരു അസൂയ എന്ന് പറഞ്ഞ സാധനം എന്റെ ഹൃദയത്തിലില്ല. ഞാൻ അങ്ങനെ കിടന്നുറങ്ങാം. എന്ന് ഉറങ്ങാൻ ചെല്ലുമ്പോ ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും അസൂയയില്ല. ഇതേ എന്റെ അടുത്ത് കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന പണിയുള്ളൂ. ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തന്നെ അവിടെ വെച്ച് പറഞ്ഞു, ഫഹാദിഹില്ലതി ബലഗത് ബിക് വഹിയല്ലതി ലാ തുതാഖ്, ഇതുകൊണ്ട് തന്നെയാവണം നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്. ഇതാണല്ലോ ആരെക്കൊണ്ടും സാധിക്കാത്തത്. കിടന്നുറങ്ങുമ്പോൾ അന്നക്ക് കഴിഞ്ഞത് അന്ന് പുറത്തു കൊടുത്തു. നമ്മൾ അങ്ങനെയല്ല പറയാ, ചാൻസ് കിട്ടിയാൽ ഞാൻ മറുപടി കൊടുക്കും, അവസരം കിട്ടിയാൽ ഞാനും 2 പറയും. അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹു നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കി തരട്ടെ. കൈ പിടിച്ചു കൊടുക്കേ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
പ്രായമുള്ള ആളുകളെ ബഹുമാനിച്ചാൽ അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യാണെന്നാ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യാണെന്ന്. യാ റബ്ബ്, അള്ളാഹു നമ്മിൽ ഓരോരുത്തർക്കും ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബികളോട് ചോദിച്ചൊരു ചോദ്യം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തി. വളരെ സ്വഹീഹായ ഹദീസ്. അയഅ്ജിസു അഹദുകും അൻ യകൂന കഅബീ ദംനം, നിങ്ങളിൽ ആർക്കെങ്കിലും അബൂ ദംനമിനെ പോലെ ആകാൻ വല്ല പ്രയാസവുമുണ്ടോ? നിങ്ങൾക്ക് കഴിയാത്തതാണോ? അബൂ ദംനം എന്ന സ്വഹാബിയെ പോലെ നിങ്ങൾക്ക് ആവാൻ വല്ല പ്രയാസവുമുണ്ടോ? ആളുകൾ ചോദിച്ചു, നബിയെ ഞങ്ങൾക്കറിയില്ലല്ലോ അദ്ദേഹത്തെ. മൻ അബൂ ദംനം യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അബൂ ദംനം? അബൂ ദംനം, ലാദ് മീം ലാദ് മീം ദംദം, അതാണ് പേര്. ആരാണ് നബിയെ അബൂ ദംദം? അപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തത്, റജുലുൻ കാന ഇദാ അസ്ബഹ യഖൂൽ, എന്ന് നേരം പുലർന്നാലും ഇങ്ങനെ പറയുന്ന ഒരാൾ, അല്ലാഹുമ്മ ഇന്നി ഖദ് വഹബ്തു നഫ്സി വഅർളി, പടച്ചവനെ നേരം വെളുത്തല്ലേ റബ്ബേ, നീ ഞങ്ങൾക്ക് സൂര്യൻ ഉദിപ്പിച്ചു തന്നല്ലേ റബ്ബേ, രാത്രി മുഴുവനും കഴിഞ്ഞു കടന്നു, അടുത്തൊരു പകല് കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു റബ്ബേ, ഒരു പകല് കൂടെ ഞങ്ങളെ ജീവിക്കാൻ നീ അനുവദിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഖദ് വഹബ്തു നഫ്സി വഅർളി, എന്റെ ശരീരവും എന്റെ അഭിമാനവും ഞാൻ ജനങ്ങൾക്ക് ദാനം കൊടുത്തു തമ്പുരാനെ, എന്റെ ശരീരവും എന്റെ അഭിമാനവും ഞാൻ ജനങ്ങൾക്ക് ദാനം ചെയ്തു എന്ന് പറഞ്ഞിരുന്ന ഒരാൾ, അതാണ് അബൂ ദംദം റളിയല്ലാഹു അൻഹു. നേരം വെളുത്താ പറയും, പടച്ചോനെ എന്റെ ശരീരവും എന്റെ അഭിമാനവും ഞാൻ ദാനം ചെയ്തു. ഫലാ യശ്തിമു മൻ ശതമഹു, തന്നെ ചീത്ത പറഞ്ഞവരെ ചീത്ത പറയാറില്ല അബൂ ദംദം റളിയല്ലാഹു അൻഹു. വലാ യദ്ലിമു മൻ ളലമഹു, തന്നെ വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് അക്രമിച്ച ആളുകൾക്ക്, ശരീരത്തിൽ അക്രമം ചെയ്തവർക്ക്, അഭിമാനത്തിൽ അക്രമം ചെയ്തവർക്ക് ആരോടും തിരിച്ചക്രമിക്കുകയില്ല. വലാ യദ്രിബു മൻ ളറബഹു, തന്നെ അടിച്ചവരോട് പ്രതികാരം ചെയ്യൂല. എന്താ പറയാ? എന്റെ അഭിമാനം ഞാൻ ദാനം ചെയ്തു എന്ന് പറഞ്ഞിരുന്ന അബൂ ദംദം, അതുപോലെ നിങ്ങൾക്ക് ആവാൻ കഴിയില്ലേ എന്ന് പറഞ്ഞാൽ, ആരെന്ത് ചീത്ത പറഞ്ഞാൽ ചീത്ത പറയാൻ കുറച്ച് ആൾക്കാർ ഉണ്ടാവണമെന്നാ ദുന്യാവില്. എന്തെങ്കിലൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കണം, അത് നല്ലതാ. എന്താണെന്നറിയോ? അവരൊക്കെ ചെയ്ത കുറെ നിസ്കാരം സ്വലാത്ത് നമുക്ക് കിട്ടൂലേ? വലിയ ഭാഗ്യല്ലേ അത്? അതിനൊരു ഭാഗ്യം വേണം. നമ്മുടെ അക്കൗണ്ടിൽ ഒരാൾ ഫ്രീ ആയിട്ട് കുറച്ച് പൈസ തരാന്ന് പറഞ്ഞാൽ ചില്ലറ കിട്ടലാണുള്ളത്, അധ്വാനിക്കാതെ. അപ്പൊ നമ്മളെ ചീത്ത പറയുന്നവരോട് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണമെന്നാ. കാരണം അവര് ചെയ്ത നന്മ സ്വന്തം ഉമ്മയും ബാപ്പയും വരെ ചെയ്തില്ല. ഓലുണ്ടോ എന്റെ നിസ്കാരം എടുത്ത കുട്ടിയെന്ന് പറയണേ? ആരും പറയില്ല. എന്റെ നിസ്കാരം എന്റെ നോമ്പ് എനിക്ക് തന്നെ വേണമെന്നാ പറയും ഉമ്മയും ബാപ്പയും. പക്ഷേ നമ്മളെ ചീത്ത പറയുന്ന ആളുകൾ അവരുടെ നിസ്കാരവും നോമ്പും സ്വലാത്തും ദിക്റും ഒക്കെ തരികയാണ് ഹോൾസെയിലായിട്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിൽ പറയും വേണ്ട. എത്രയായിരിക്കും അതിന്റെ എത്ര ഗഗാബൈറ്റ്സ് ആകാരം കിട്ടുക? സുബ്ഹാനല്ലാഹ്, വലിയ ഭാഗ്യമാണ്. നന്ദി പറയണമെന്ന് അവരോടൊക്കെ. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. നമുക്ക് പറയുന്ന ആൾക്കല്ല, കിട്ടുന്നവർക്ക് നല്ല ഭാഗ്യമാണ്. അബൂ ദംദമിനെ പോലെ നിങ്ങൾക്ക് ആവാൻ കഴിയൂലേ? മുത്തനബി തങ്ങൾ ചോദിക്കുമ്പോഴാണ്, ആരാണ് നബിയെ അബൂ ദംദം? അത് പിന്നെ നേരം വെളുത്താൽ ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ്, അല്ലാഹുമ്മ വഹബ്തു നഫ്സി വഇർളി, റബ്ബേ എന്റെ ശരീരവും എന്റെ അഭിമാനവും ഞാൻ ദാനം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്ന അബൂ ദംദം എന്നവരെ, അവരെ പോലെ ആവാൻ എന്താണ് നിങ്ങൾക്ക് പ്രയാസമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം നമ്മളോടാണ്. നമുക്കങ്ങനെ ആവാൻ പ്രയാസമുണ്ടോ? അബൂ ദംദമിനെ പോലെ, റളിയല്ലാഹു അൻഹുവിനെ പോലെ നമ്മളെ ആരെന്ത് പറയുന്നുണ്ടോ അവർക്ക് മാപ്പ് ചെയ്യും. എന്ത് രസമായിരിക്കും ജീവിതം എന്നാ ഈ മാപ്പ് ചെയ്താൽ കഴിഞ്ഞാൽ. നമ്മൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുമ്പോഴാണല്ലോ ടെൻഷൻ. മാപ്പ് ചെയ്തു കൊടുക്കാൻ, ആരെന്തും പറഞ്ഞോട്ടെ, അവരായി പടച്ചവനായി. അൽഹംദുലില്ലാഹ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വതക്ക ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്വഹാബത്തെ സ്വതക്ക ചെയ്യണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞപ്പോ
ആ സദസ്സിൽ നിന്ന് ഒരു സ്വഹാബി എഴുന്നേറ്റു. അലബത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അലബത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയേ, ദാനം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. മാ ഇൻദി ഇല്ലാ ഇർദി, എന്റെ അഭിമാനമല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല നബിയേ, എന്റെ അഭിമാനമാണുള്ളത്. ഫഇന്നി ഉഷ്ഹിദുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയെ സാക്ഷിയാക്കി പറഞ്ഞോട്ടെ. ഇന്നി തസദ്ദഖതു ബിഇർദി അലാ മൻ ളലമനി, എന്നെ ആക്രമിച്ച ആളുകൾക്ക്, എന്നെ വിഷമിപ്പിച്ചവര്, എന്നെ വേദനിപ്പിച്ചവര്, അവർക്കെല്ലാം ഞാൻ എന്റെ അഭിമാനം ദാനം ചെയ്തു നബിയേ എന്ന് ഹബീബായ നബിയോട് പറഞ്ഞിട്ട് ആ സദസ്സിൽ തന്നെ ഇരുന്നു. അലബത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അലബത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു സദസ്സിൽ തന്നെ ഇരുന്നു. നബി പൈസ വേണമെന്ന് പറയാൻ. അപ്പോ ഒന്നുമില്ല നബി, എന്റെ അടുത്ത് എന്താ തരിക, എന്റെ അഭിമാനമുണ്ട്, അത് ഞാൻ തന്നു നബിയെ, അത് ആരെന്നെ കുറ്റം പറഞ്ഞാലും. ഇപ്പൊ പാട്ടപ്പിരിവൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ സദസ്സിലൊക്കെ ഇല്ലേ, അത് വരുമ്പോ ഒരാൾ പറയാ പൈസ ഒന്നുമില്ല, പിന്നെ പുഞ്ചിരി സ്വതക്കല്ലേ കുട്ടി, എന്റെ വക പുഞ്ചിരി തരാ എന്നൊരാൾ പറഞ്ഞപ്പോ എന്താ അവസ്ഥ? ഒന്നും ഇല്ലാത്തോലെ അത് കൊടുത്താൽ മതിട്ടോ, ഒന്നുമില്ലെങ്കിൽ പിന്നെ അത് കൊടുക്കന്നെ. ഉള്ളൊരു അള്ളാഹ്ക്കറിയാൻ ആരത്താ ഉള്ളത് ഇല്ലാത്തതെന്നൊക്കെ. പൊന്നാര നബിയെ, ഒന്നും തരാനില്ല നബി, എന്റെ അഭിമാനമേ ഉള്ളു നബിയെ, ഞാനത് ദാനം ചെയ്തു, അള്ളാഹ്ക്ക് വേണ്ടി ദാനം ചെയ്തു എന്റെ അഭിമാനം. ആരെന്നെ ആക്രമിച്ചാലും, എന്നെ വിഷമമാക്കിയാലും, വേദനിപ്പിച്ചാലും ഞാനത് പുറത്തു കൊടുത്തു നബിയെ. ഇങ്ങനെ കുടുംബക്കാര് തമ്മിൽ ചിന്തിച്ചാൽ എത്ര കുഴപ്പങ്ങൾ ഒഴിവാവും. ഇങ്ങനൊരു ഭാര്യയും ഭർത്താവും ചിന്തിച്ചാൽ എത്ര തൊലാഖുകൾ ഒഴിവാവും, എത്രയെത്ര വിഷമങ്ങൾ ഒഴിവായി കിട്ടും. ചില്ലറ ഭാഗ്യമാണോ? എന്ത് രസമായിരിക്കും ജീവിതം, ആരോടും വെറുപ്പില്ലാത്തൊരു ജീവിതം. അല്ലാഹു നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഐന അലബത്ത് ബിൻ സയ്യിദ്, എവിടെയാണ് അലബത്ത് ബിൻ സയ്യിദ് ഉള്ളത്? എവിടെയാണ് എന്റെ അഭിമാനം സ്വതക്ക തന്നു എന്ന് പറഞ്ഞ ആ മഹാൻ എവിടെ? ഐന അലബത്ത് ബിൻ സയ്യിദ്, അലബത്ത് ബിൻ സയ്യിദ് എന്നവിടെ 3 പ്രാവശ്യം ചോദിച്ചു. നബിയെ, ഞാനിതാ വന്നു. അൻതൽ മുതസദ്ദിഖു ബിഇർദിക, നിങ്ങളാണോ നിങ്ങളുടെ അഭിമാനം സ്വതക്ക ചെയ്തത്? ഖദ് ഖബിലല്ലാഹു മിൻക, ആ ദാനം അല്ലാഹു വെറുതെ പൊന്തിക്കണ്ട. അതിൽ പൊക്കാത്ത കുറെ ആൾക്കാരുണ്ട്, എന്നാലും വിട്ടുകൊടുക്കൂല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വിട്ടുകൊടുക്കൂല തന്നെ. അവരെന്നോട് അങ്ങനെ കാണിച്ചില്ലേ, അതുകൊണ്ടൊരു ചാൻസ് കിട്ടിയാൽ ഞാനും കൊടുക്കും അങ്ങോട്ട്. അത് വേണ്ട. ഈ സദസ്സ് എഴുന്നേറ്റ് പോകുമ്പോഴെങ്കിലും ഈ ഇന്നത്തെ ഉറക്കത്തിൽ നമ്മൾ മരിച്ചാലേ, ഇല്ലാ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, നാളെ സമ്പത്തോ മക്കളോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. ഇല്ലാ മൻ അതല്ലാഹ ഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ അള്ളാനെ കണ്ടുമുട്ടിയവരല്ലാതെ നാളെ രക്ഷപ്പെടൂല. ആ ശുദ്ധമായ ഹൃദയം അതോടുകൂടെയാണോ നമ്മൾ കടന്നുറങ്ങിയത്? അതൊരു വിഷയമാണ്. നമുക്ക് വലിയ പണിയൊന്നുമില്ല, ആരോടും പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമില്ല, അവനവൻ തീരുമാനിച്ചാൽ മതി. എന്നെ വിഷമുണ്ടാക്കിയവര്, ബിസിനസ്സിൽ പറ്റിച്ചവര്, അല്ലേ, നാണം കെടുത്തിയവര്, അപമാനിച്ചവര്, എന്റെ കുട്ടിന്റെ കല്യാണത്തിന് മുടക്കുണ്ടാക്കിയവര്, അങ്ങനൊക്കെ നാട്ടിൽ എന്തെല്ലാം കഥ ഉണ്ടാവുന്ന, എന്തൊക്കെ രസം ഉണ്ടാവും ഓരോ നാട്ടിലും. ഓരോരുത്തർ ചെയ്യുന്ന ഫിത്നകളുടെ രസം കേട്ടാ സുബ്ഹാനല്ലാഹ്. അതൊക്കെ പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുത്തു. ഇതിലും രസമുള്ളൊരു പരിപാടി വേറല്ല. മാപ്പ് ചെയ്തു കൊടുക്കുക. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ആയിഷ ബീവി, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരായി ഒരുമിച്ച് ജീവിച്ചവരാണ്. നമുക്കിടയിൽ ചിലപ്പോ ചില അസ്വാരസ്യങ്ങളോ വെറുപ്പുകളോ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നേക്കാം. എന്നായി പറയുന്നതറിയോ? ഹബീബ് വഫാത്തായിട്ട് 10-30 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായേക്കാം. ഒന്ന് മാപ്പ് തരണേ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഗഫറല്ലാഹു ലക്കി കുല്ലഹ് വഹല്ല ലക്കി മിൻ ദാലിക. ഉമ്മു ഹബീബ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ഞാനെല്ലാം നിങ്ങൾക്ക് മാപ്പ് തന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സറർതനി സറർതനി സറർതിനി സറക്കില്ലാഹ്.
ആയിഷ ബീവി, നിങ്ങൾ എനിക്ക് വല്ലാത്ത സന്തോഷം തന്നു, അള്ളാഹു നിങ്ങൾക്കും സന്തോഷം തരട്ടെ. മരിക്കാൻ കിടക്കുമ്പോൾ പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്നെ വിളിച്ചതിന് ശേഷം ഉമ്മു ഹബീബ ബീവി ഉമ്മു സലമ ബീവി വിളിച്ചിട്ടുണ്ട് ഇതുപോലെ പറയാൻ. ഉമ്മു സലമ ബീവി, ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരായി ജീവിച്ചവരാണ്. നമ്മൾ തമ്മിൽ വല്ല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്തു തരണം കേട്ടോ. ഈ പെണ്ണുങ്ങൾക്ക് മാപ്പ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ മടിയുള്ള സംഭവമാണ് കേട്ടത്. ആണുങ്ങൾക്ക് മോശമൊന്നുമായിട്ടല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കശപിശ ആണുങ്ങൾ ഈ ദുന്യാവിന്റെ സോലക്കുള്ളതുകൊണ്ട്, ജോലിയും ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊന്നും വല്ല സമയം ഉണ്ടാവില്ല. പക്ഷെ പെണ്ണുങ്ങൾ പഴയ കഥ മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതെങ്ങനെ മറക്കാൻ പറ്റുമോ? അന്ന് കല്യാണത്തിൽ നിന്ന് എന്നോട് പറഞ്ഞത്, കല്യാണമൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞ് എത്ര കാലമായി, ഇനിയിപ്പോൾ അത് കൊണ്ടു നടക്കണോ, വിട്ടുകൊടുത്തൂടെ, അങ്ങോട്ട് മാപ്പ് ചെയ്ത് കൊടുത്തൂടെ? അങ്ങനെ പഴയ കഥ ഓർത്തിട്ടിങ്ങ് നടക്കതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട്. പൊന്നാരുമ്മ, നമ്മൾ ഇന്ന് രാത്രിക്ക് രാത്രി മരിച്ചുപോയാൽ ഹൃദയം ശുദ്ധമായി മരിച്ചു എന്ന് പറയാൻ നമുക്ക് ധൈര്യം കിട്ടുമോ? അപ്പോഴല്ലേ അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയൂ. നമ്മുടെ ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ അള്ളാഹു നാളെ ശിക്ഷിക്കുന്നത് കൊണ്ട് നമുക്കെന്ത് കാര്യം കിട്ടാൻ? എന്ത് കാര്യം കിട്ടും? അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാപ്പ് ചെയ്തു കൊടുക്കണമേ. അപ്പോഴാണ് ഹൃദയം ശുദ്ധമാകുന്നത്. എത്രയോ വൈരാഗ്യമോ എത്രയോ വിദ്വേഷമോ എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവിന് വേണ്ടി മാപ്പ് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, അംറു ബിൻ ആസ് എന്നവരെ, വല്ലാഹി ല അതഫറഗന്ന ലക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ടെന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞപ്പോ, സ്വഹാബിയോടായി പറയണത്, സുബ്ഹാനല്ലാഹ്. പിന്നെ ബാക്കിയുള്ള ആരോടെങ്കിലും ധൈര്യമില്ലാത്തവരുണ്ടാവുമോ? സ്വഹാബിയോട് പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിവായി വരുന്നുണ്ട്, എന്റെ മുഴുസമയവും നിങ്ങളുടെ പിന്നാലെ കൂടി നിങ്ങൾ അപമാനിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാനവറുകൾ ഹിക്മത്തിന്റെ ഒരു മറുപടി കൊടുത്തു. ഇദൻ തഖഉ ഫിശ്ശുഗ്ലി, അത് നിനക്കൊരു ശുഗ്ലായിരിക്കും, അത് നിനക്കൊരു പണിയായിട്ട് തന്നെ വരും. അങ്ങനെയാ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടിയാലേ, ഒരു മനുഷ്യൻ എന്തെങ്കിലും അപമാനിക്കണം എന്ന് കുടുംബത്തിലോ നാട്ടിലോ വീട്ടിലോ ആരായിക്കോട്ടെ, അതൊരു പണിയല്ലേ. ഇയാൾ ഇതിന്റെ പിന്നാലെ ക്യാമറ എടുത്ത് നടക്കണ്ട, എന്തെങ്കിലും ഒന്ന് കിട്ടോ, എന്തെങ്കിലും ഒന്ന് ഫിത്തനാക്കാൻ കഴിയോ, അതൊരു ടെൻഷനാണ്. എത്ര ആളുകളുണ്ട് അങ്ങനെ മനുഷ്യന്മാരെ അപമാനിക്കാൻ വേണ്ടി, ആളുകളെ നാണം കെടുത്താൻ വേണ്ടി സമയം മുഴുവനും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവര്, അവർക്കത് ശുഗ്ലാണ്. ഇദൻ തഖഉ ഫിശ്ശുഗ്ൽ, എത്രയോ നന്മ ചെയ്യാൻ സമയം കിട്ടുന്ന നേരത്തൊക്കെ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടുമ്പോൾ അത് നിങ്ങൾക്കൊരു ശുഗ്ലായിരിക്കും, നിങ്ങൾക്കതൊരു ശുഗ്ലായിരിക്കും, നിന്റെ മുഴു സമയവും അതിൽ നീ നഷ്ടപ്പെടുത്തുകയാണ് എന്നർത്ഥത്തിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുഅ്മിനെ, മാപ്പ് ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല വിനയം വേണം, താഴ്മ വേണം. അപ്പോഴേ മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വലിയ ആളെ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട് എന്നാണ്. അത് അണുമണി തൂക്കം ഘടകിന്റെ അത്ര ഉണ്ടെങ്കിൽ തന്നെ സ്വർഗം കിട്ടൂല എന്നാണ്. എന്തൊരു ഗൗരവമാണ്. പരിശുദ്ധമായ മിനായിൽ നിൽക്കുമ്പോഴാണ് മഹാനായ സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ആരാണ് സാലിം എന്നവര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി, ഉമർ ബിൻ ഖത്താബ് എന്നവരുടെ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി, ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി തങ്ങൾ. അബ്ദുല്ലാഹി എന്നവര് സ്വഹാബിയാണ്, മുത്തബിഉസ് സുന്ന, ബാപ്പ സ്വഹാബിയാണ്. ആ അബ്ദുല്ലാഹി തങ്ങൾ എന്ന ഉമർ തങ്ങളുടെ മകന്റെ മകനാണ് സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. മക്കയിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ ഭാഗമായിട്ട് മിനയിലെത്തിയപ്പോ അവിടെ തിക്കും തിരക്കുമുണ്ടായി. ഹജ്ജിനൊക്കെ പോകുമ്പോ തിക്കും തിരക്കും കാണും, നന്നായിട്ട് വിഷമമുണ്ടാവും. എത്ര 5 സ്റ്റാർ ഹജ്ജിന് പോയിട്ടും കാര്യമില്ല, എന്ത് ചെയ്യും? കുറെ വിഷമങ്ങൾ ഉണ്ടാവും. തിക്കലും തിരക്കലും, ചെരുപ്പ് പോകലും, പേഴ്സ് നഷ്ടപ്പെടലും, ബത്താക്ക പോകലും ഒക്കെ ഉണ്ടാവും, പല വിഷമങ്ങളും ഉണ്ടാവും. മീനായിൽ തിക്കും തിരക്കുമായപ്പോ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മഹാനായ സാലിം റളിയല്ലാഹു അൻഹു എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ തൊട്ട് കാലത്തോട് ജീവിച്ച താബിഈയായ മഹാനായ സാലിം എന്നവരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നി ലഅറാക റജുല സൂഇൻ. സാലിം എന്ന മഹാനോട് പേര് പോലും അറിയില്ല. മനുഷ്യ, നിങ്ങൾ വളരെ മോശപ്പെട്ട മനുഷ്യനാണല്ലോ എന്ന് സാലിം എന്നവരെ ആരോ തിരക്കിയതാണ്. ആ തിരക്കിൽ മഹാനവറുകൾ ഇയാളുടെ ദേഹത്തേക്ക് വന്നു. അപ്പോ
എന്തൊരു മോശമായ ആളെന്ന് മഹാനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ താബിഈകളിലെ പ്രമുഖനായ സാലിം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞപ്പോ മഹാനായ സാലിം എന്നവരെ ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മറുപടി പറഞ്ഞതറിയോ? വല്ലാഹി മാ അറഫനി ഇല്ലാ അൻത, എന്നെ ശരിക്കും മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രമാണ് എന്ന് മഹാനവറുകൾ ഇതിന് മറുപടി കൊടുത്തു. ഞാൻ മോശക്കാരൻ എന്നല്ലേ പറഞ്ഞത്, എന്നെ ശരിക്കും മനസ്സിലാക്കിയത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ്. വിവരമില്ലാന്നോ ഇൽമില്ലാന്നോ തഖ്വല്ലാന്നോ പറഞ്ഞു ആയിക്കോട്ടെ, ആ പറഞ്ഞ ആൾ തന്നെയാണ് ഞാന്. ഇൽമില്ല തഖ്വല്ല ആയിക്കോട്ടെ, അങ്ങനെയാണ്. അങ്ങനെ തന്നെ അങ്ങനെയാ നമ്മളെ പറ്റി ചിന്തിക്കേണ്ടതെന്ന്. വല്ലാഹി മാ അറഫനി ഇല്ലാ അൻത, എന്നെ നിനക്കല്ലാതെ മറ്റാർക്കും മനസ്സിലായിട്ടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവരെ അതുപോലെ മക്കയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ മുഖത്ത് നോക്കിയിട്ട് യാ മുറായി, യാ മുറായി, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളെ എന്ന് മുഖത്ത് നോക്കി വിളിച്ചപ്പോ മഹാനവറുകൾ കൊടുത്ത മറുപടിയും ഇതുപോലെയായിരുന്നു. എന്റെ നാട്ടുകാര് മറന്നുപോയ പേര് ഓർത്തെടുത്ത് പറഞ്ഞു തന്നവനെ നിനക്ക് നന്ദി, നിനക്ക് നന്ദി. എന്റെ ശരിയായ പേര് അതന്നെയാണ്, മുറായി എന്നാണ്, ജനങ്ങളെ കാണിക്കുന്നവൻ. അതല്ലേ നിങ്ങൾ എന്നെ പറ്റി വിളിച്ചത്? ആ പേര് എന്റെ നാട്ടുകാര് മറന്നിട്ട് കുറെ കാലമായിട്ടുണ്ട്, അത് ഓർമ്മിപ്പിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചില്ലേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അതൊക്കെ വല്ലാത്തൊരു വിനയമാണ്, വല്ലാത്തൊരു താഴ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും കണ്ടുപഠിച്ച മഹത്തുക്കളാണിതൊക്കെ. മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു, അവിടെ അയാൾക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. നിങ്ങൾ എന്നത് കൈകാര്യം ചെയ്തില്ല, ഇനി അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞിട്ട് ഖുറൈശികൾ ഇങ്ങനെ തെറി പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും ഉണ്ടവിടെ. മിണ്ടാതെ ഒന്നും മറുപടി പറയാതെ സിദ്ദീഖ് എന്നവരിങ്ങനെ നിന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നത് കേട്ട് സഹിക്കാൻ പറ്റാതെയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. നബി തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. നബി തങ്ങളോട് സിദ്ദീഖ് എന്നവര്, നബിയേ, ദുൽമ ചെയ്യുന്നവൻ ദുൽമ ചെയ്ത് അങ്ങോട്ട് തോറ്റുപോകുക എന്നല്ലാതെ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരാൾ ഇങ്ങനെ പിന്നാലെ കൂടി ചീത്ത പറയുമ്പോ മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ് അത് നബിയുടെ പരമ്പരയിൽ വരുന്ന മഹാൻ. അലി സൈനുൽ ആബിദീൻ എന്നവരെ ചീത്ത പറഞ്ഞ് നടന്നു വരുമ്പോ പിന്നാലെ കൂടി ഇങ്ങനെ ചീത്ത പറയാണ്. നടന്ന് മദീനയിലെത്തുമ്പോ മഹാനവറുകൾ പറഞ്ഞു, അല്ല സഹോദരാ, നിങ്ങൾക്കിനി എന്തെങ്കിലും എന്നോട് പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. ഞാൻ എന്റെ നാട്ടിലേക്ക് കടക്കുകയായി. അവിടെ കടന്നാൽ പിന്നെ നാട്ടുകാര് കേട്ടാൽ നിങ്ങളെ അവരെ അടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ അവിടെ നിന്ന് പറഞ്ഞു തീർത്തോളൂ എന്ന് പറഞ്ഞ് നിന്നുകൊടുത്തു. പറഞ്ഞു, നിങ്ങൾക്ക് വല്ല സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. വല്ല എന്തെങ്കിലും സഹായം, പൈസ എന്തെങ്കിലും വേണോ, ബുദ്ധിമുട്ടുണ്ടോ? അതിൽ അദ്ദേഹം കണ്ട് വീണുപോയി. റബ്ബേ, അങ്ങനെ തങ്ങന്മാര് സയ്യിദന്മാരിൽപ്പെട്ട മഹാനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് കുടുംബം. എന്തൊക്കെ ആളുകൾ വിവരമില്ലാത്ത ജാഹിലീങ്ങൾ എന്ത് പറഞ്ഞാലും ആ സയ്യിദന്മാരുടെ നാവിലൂടെ അവരുടെ ശത്രുക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ജീവിതകാലം നമ്മൾ കണ്ടവരല്ലേ. തങ്ങൾ എവിടെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? പുഞ്ചിരിയല്ലാതെ എന്തെല്ലാം പറഞ്ഞു ആൾക്കാരെ മഹാനെ പറ്റി വരെ. കുരുത്തക്കേട് വാങ്ങിച്ചു പോയില്ലേ? പാണക്കാട് കുടുംബത്തോട് മനസ്സിൽ വെറുപ്പ് കുടിപ്പക കൊണ്ടു നടക്കുന്ന എത്ര സാധുക്കളുണ്ട്, വിവരമില്ലാത്തവര് എത്ര ആളുകളുണ്ട്. ആ മഹാന്മാർ എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ? ഇല്ല. അത് ഹബീബിന്റെ ചോരയുടെ ഒരു പ്രത്യേകതയാണ്. ഹബീബിന്റെ ചോര ശരീരത്തിൽ ഓടുന്നതിന്റെ പ്രത്യേകതയാണ്. അലി സൈനുൽ ആബിദീൻ ഞങ്ങൾ കൊടുത്ത മറുപടി അതാണ്. എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ പറഞ്ഞേക്കണം. ഞാൻ എന്റെ മഹലിലേക്ക് കടക്കാണ്. നിങ്ങൾ എന്നെങ്ങനെ ചീത്ത പറയുന്ന നാട്ടുകാരെ കേട്ടാലേ അവർ നിങ്ങൾ അടിക്കും. അതെനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മൊത്തം ഇപ്പൊ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു നിന്ന് കൊടുത്തിട്ട് എല്ലാം പറഞ്ഞു തീർന്നിട്ട് വല്ല സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ് പറഞ്ഞത്, എനിക്ക് മാപ്പ് തരണം, മാപ്പ് തരണം, മാപ്പ് തരണം, മാപ്പ് തരണം യാ അല്ലാഹ്. ഹസൻ ഇബ്നു ഹസൻ എന്നവരും അലി ഇബ്നുൽ ഹുസൈൻ എന്നവരും ഇതേ പറഞ്ഞ സൈനുൽ ആബിദീൻ തങ്ങളെ അവര് തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായിരുന്നു. ഹസൻ ഇബ്നു ഹസൻ തന്റെ ബന്ധുവാണ്.
സയ്യിദ് കുടുംബമാണ്. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളോട്, സയ്യിദായ സൈനുൽ ആബിദീൻ തങ്ങളോട് ചെറിയ എന്തോ ഒരു വെറുപ്പുണ്ടായപ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ ഇരിക്കുന്ന മജ്ലിസിൽ വന്ന് ഹസൻ ഇബ്നു ഹസൻ എന്നവർ വന്നിട്ട് വല്ലാതെ ചീത്ത പറഞ്ഞപ്പോ മഹാനവറുകൾ തന്റെ പ്രതിയോഗി ഹസൻ ഇബ്നു ഹസൻ എന്നവര് സൈനുൽ ആബിദീൻ തങ്ങളോട് പറയേണ്ടതെല്ലാം പറഞ്ഞപ്പോ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ ഒന്നും പറയാതെ മിണ്ടാതെ അവിടെ നിന്നു. അങ്ങനെ സദസ്സൊക്കെ പിരിഞ്ഞുപോയി. രാത്രി ഹസൻ ഇബ്നു ഹസൻ എന്നവരുടെ തന്നെ ചീത്ത പറഞ്ഞ ആൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് വാതിൽക്കൽ മുട്ടുകയാണ്. അപ്പൊ തുറന്നു കൊടുത്തു. ആരാ? ഞാൻ സൈനുൽ ആബിദീനാണ്. എന്തേ? ഒന്നുമില്ല, നിങ്ങൾ എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞില്ലേ, ആ കുറ്റമൊക്കെ എന്നിലുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ആ കുറ്റം എന്നിലില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞതാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ഞാൻ അത് പറയാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് നുബുവത്തിന്റെ സ്വഭാവം, ഇതാണ് സംശുദ്ധമായ ഹൃദയത്തിന്റെ സ്വഭാവം. നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇൻ കുൻത സ്വാദിഖൻ ഫീമാ ഖുൽത ലീ ഫഗഫറല്ലാഹു ലീ, എന്റെ മോശത്തരങ്ങള്, എന്റെ ന്യൂനതകള്, എന്റെ കുറ്റവും കുറവും എന്നെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വിഷയങ്ങൾ എന്നിൽ ഉണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അതില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ വെറുതെ എന്നെ പറ്റി പറഞ്ഞില്ലേ, അത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇത് പറഞ്ഞപ്പോ പിന്നാലെ വന്നിട്ട് ഹസൻ ഇബ്നു ഹസൻ എന്നവര് മാപ്പ് ചോദിച്ചു കരയാൻ തുടങ്ങി. മഹാനായ സൈനുൽ ആബിദീൻ നിങ്ങളുടെ മറുപടി വഅൻത ഫീ ഹില്ലിൻ മിമ്മാ ഖുൽത ലീ, നിങ്ങൾ എന്നെ പറ്റി എന്ത് പറഞ്ഞോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് മഹാനവറുകൾ തിരിച്ചു മറുപടി കൊടുത്തു. എല്ലാം മാപ്പ് തന്നു, എല്ലാം പൊരുത്തപ്പെട്ട് തീർന്നു. എത്ര വിഷമങ്ങൾ ഉണ്ടാകും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, എത്ര അധികം വിഷമമുള്ളത് കേൾക്കേണ്ടി വരും. പുറത്തു കൊടുക്കുക, എന്തൊരു കൂലിയായിരിക്കും കിട്ടുക. അതിനൊക്കെ വലിയ സൗഭാഗ്യം വേണം മുഅ്മിനെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൊരു വിശാലമായ ഹൃദയം അള്ളാഹു നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റ, ലോകം കണ്ട പ്രഗൽഭനായ ആലിം, മഹാനവറുകൾ ഇൽമിന്റെ സേവനത്തിൽ മുഴുകിയ മഹാനാണ്, ദർസ് നടത്തിയ മഹാനാണ്. ഇമാമുന ശാഫിഈ തങ്ങളുടെ ഉസ്താദാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് തങ്ങൾ ഇമാമുന ശാഫിഈ തങ്ങളുടെ ഉസ്താദ് കൂടിയാണ്. മുഅത്ത രേഖപ്പെടുത്തിയ മുഅത്ത എന്ന ലോകപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം എഴുതിയ ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു. അപ്പോ അന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പ്രഗൽഭനായ ആബിദുണ്ട്, വലിയ ഇബാദത്തുള്ള മഹാൻ, അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസീസ് അൽ ഉമരി റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസീസ് അൽ ഉമരി റളിയല്ലാഹു അൻഹു കത്തെഴുതി, ഈ മാലിക് എന്നവരെ നിങ്ങൾ ഇങ്ങനെ കിതാബും ദർസും നടത്തി ജീവിച്ചാൽ മതിയോ? ഇബാദത്തൊക്കെ ചെയ്യാൻ ഇനിയെങ്കിലും കിതാബൊക്കെ പൂട്ടിവെച്ചിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിലോ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തോ പോയി ഇബാദത്തിന് ഒരുങ്ങണ്ടേ? ഇങ്ങനെ ദർസ് നടത്തിയാൽ മതിയോ കാലം മുഴുവൻ മരിക്കോളം എന്ന ഒരു കത്ത് ഇമാം മാലിക് തങ്ങളുടെ കയ്യിലേക്ക് വന്നപ്പോ ഇമാമുന മാലിക് തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. മനോഹരമായ മറുപടിയാണ്. അതിൽ നമുക്കൊക്കെ സമാധാനം ഉണ്ടാവും ആ മറുപടിയിൽ. എന്താണെന്നറിയോ? ഏതൊരു മനുഷ്യനും അല്ലാഹു തആല ഏതെങ്കിലും ഒരു ഫീൽഡ് ഒരാളെ ഏൽപ്പിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് അല്ലാഹു നൽകുന്ന ഒരു വിഷയമുണ്ട്. എല്ലാരെ കൊണ്ടും എല്ലാം കഴിയില്ല. എന്നോട് ഇപ്പൊ ലേഖനം എഴുതണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല. ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. ഒന്ന് ഓട്ട മത്സരത്തിൽ പോകുന്ന എന്നെ കൊണ്ട് കഴിയില്ല. കഴിയാത്തത് തെങ്ങമ്മ കയറാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല. അതിന് പറ്റുന്നവരുണ്ടാവും, നന്നായി എഴുതുന്നവരുണ്ടാവും, പ്രസംഗിക്കാൻ പറ്റൂല. പ്രസംഗിക്കുന്ന എത്രയോ വലിയ വലിയ ആലിമീങ്ങളില്ലേ നമ്മുടെ സദസ്സിലും വേദിയിലുമുള്ള പണ്ഡിതന്മാർ, സയ്യിദന്മാർ, വലിയ ഇൽമുള്ള, വലിയ കിതാബിന്റെ അവഗാഹമുള്ള ആലിമീങ്ങൾ. പക്ഷെ വേദ പറയില്ല എന്ന് മാത്രം. പക്ഷെ എത്ര വലിയ ആലിമീങ്ങളാണ്. അവർക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. പക്ഷേ അവർക്ക് അത് പറ്റില്ല. അത്രയുള്ളൂ. നല്ല മുദരിസാണ്, അങ്ങനെ ഉണ്ടാവും. നല്ല ആബിദാണ്. മാലിക് എന്നവരോട് പറയാണ്, മാലിക് എന്നവരെ നിങ്ങൾ ഈ കിതാബ് രചനയൊക്കെ നിർത്തിയിട്ട് എന്നെ പോലെ ഇബാദത്തിന് ഇറങ്ങിക്കൂടെ എന്ന് അബ്ദുല്ലാഹിൽ ഉമരി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഇമാം മാലിക് തങ്ങൾ കൊടുത്തൊരു മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്നല്ലാഹ ഖസമൽ അഅമാല കമാ ഖസമൽ അർസാഖ്. അല്ലാഹു നമുക്ക് ഭക്ഷണം ഓരി വെച്ച് തന്ന പോലെ, റിസ്ക് ഓഹരി വെച്ച് തന്ന പോലെ അല്ലാഹു തആല അമലുകളും ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. യാ സലാം. അമലുകൾ
ഓഹരി വെച്ച് തന്നു. ഓരോർക്ക് ഇത്ര കുട്ടി എന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് ഇത്ര വലിപ്പല്ല വീട്, ഇത്ര സൗകര്യം, ഇത്ര ശമ്പളം, ഇത്ര ജോലി, ഇത്ര കച്ചവടം, ഇതൊക്കെ അള്ളാഹു കൊടുത്തതാണ് എന്ന പോലെ ഓരോരുത്തരുടെ അമലുകളും അള്ളാഹു തആല ഓഹരി വെച്ച് കൊടുത്തിട്ടുണ്ട്. فرب رجل فتح له في الصلاة فتح له في الصلاة ولم يفتح له في الصوم. എത്ര ആളുകളുണ്ട് സുന്നത്ത് നിസ്കാരം അവർക്ക് ഇഷ്ടമാണ്. എത്രയോ ഉമ്മമാർ നിസ്കാരം തന്നെ നിസ്കാരം, സുന്നത്ത് നിസ്കാരം, തസ്ബീഹ് നിസ്കാരം, ദുഹാ, ഇശ്റാഖ്, വിത്ർ, ഒരുപാട് സുന്നത്തുകൾ, നവാഫിലുകൾ, റവാത്തിബ് സുന്നത്ത്, ഇതന്നെ എപ്പോഴും നിസ്കാരം. പക്ഷെ അവർക്ക് നോമ്പ് നോൽക്കാനുള്ള ബാബ് അള്ളാഹു തുറന്നു കൊടുത്തിട്ടില്ല. അവർ റമദാനെ നോൽക്കുള്ളൂ, സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റാറില്ല. അവർ നിസ്കാരമാണ് അവർക്ക് ഇഷ്ടം. അങ്ങനത്തെ എത്ര ആളുകളുണ്ട്. ചില ആളുകൾ ചില ആളുകൾക്ക് ദാനധർമ്മം ചെയ്യാനാണ് അള്ളാഹു തുറന്നു കൊടുക്കുക. അവർക്ക് നോമ്പ് നോൽക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഒരു വിഷമുണ്ടെന്ന് എന്താ പിടിച്ചു, എന്റെ വക 1 ലക്ഷം 2 ലക്ഷം പള്ളിക്ക് ഇതാ പെയിന്റ് വേണോ, ഞാൻ അടിച്ചുതരാം. അവിടെ എന്താ ഹൗദുബരക്ക് കുഴപ്പമുണ്ടോ, ഞാൻ നന്നാക്കി തരാം. പള്ളി വികസിപ്പിക്കുന്നുണ്ടോ, ഇതാ ആ മെഹ്റാബും കാര്യം ഞാൻ ഏറ്റെടുത്തു. ദാനം ചെയ്യാൻ റെഡിയാണ്. നോമ്പുൽക്കാൻ എന്നൊക്കെ വലിയ വിഷമാണ്, അതൊന്നും ആവില്ല. പക്ഷേ സ്വതക്കയാണ്. അള്ളാഹു ചില ആളുകൾക്ക് സ്വതക്കയുടെ വാതിൽ തുറന്നു കൊടുക്കും. അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന് ഇറങ്ങാൻ അള്ളാഹു അവസരം കൊടുത്ത ആളുകൾ. എന്നിട്ട് ഇമാം മാലിക് എന്നവർ പറയാണ്, ഫനശ്റുൽ ഇൽമി അഫ്ദലു അഅമാലിൽ ബിർരി. ഇൽമിന് സേവനം ചെയ്യുന്നത്, പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നത്, പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ല കർമ്മമാണ്. അള്ളാഹു എനിക്ക് തുറന്നു തന്ന ആ അമലിന്റെ വാതിൽ തുറന്നു തന്നത് ഞാൻ തൃപ്തിപ്പെട്ടു. എന്നെ കൊണ്ട് ഇബാദത്തിന്റെ, നിസ്കാരത്തിന്റെ, നോമ്പിന്റെ വാതിലൊന്നും എനിക്ക് തുറന്നിട്ടില്ല. എനിക്ക് അള്ളാഹു തന്നത് ഇൽമാണ്. മഹാനായ മാലിക് ഇമാം ഷാഫി തങ്ങളെ കണ്ടപ്പോ തന്നെ പറഞ്ഞല്ലേ, യാ ഗുലാം, അല്ലയോ ചെറുപ്പക്കാരാ. ഷാഫി ഇമാം പഠിക്കാൻ വേണ്ടി വന്ന് മുതഅല്ലിമായിട്ട് വന്നപ്പോ ഇമാമുനെ ഷാഫി തങ്ങളുടെ മുഖത്ത് നോക്കി ഇമാം മാലിക് എന്നവർ പറഞ്ഞു, യാ ഗുലാം ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ. മോനെ, നിന്റെ മുഖത്ത് ഞാനൊരു വെളിച്ചം കാണുന്നുണ്ട്. ഷാഫി ഇമാം ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് മോനെ, തെറ്റ് ചെയ്തിട്ട്, തിന്മകൾ ചെയ്തിട്ട്, പാപങ്ങൾ ചെയ്തിട്ട് അള്ളാഹു നിങ്ങളുടെ മുഖത്ത് തന്ന വെളിച്ചം നിങ്ങൾ ഊതിക്കെടുത്തരുത്. മോനെ, നിങ്ങൾക്ക് ഭാവിയുണ്ട് കുട്ടി എന്ന് ഇമാമുന ശാഫിഈ തങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള മഹാനാണ് ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, ഇൽമു പഠിക്കും. 16 കുട്ടികൾ ഇവിടെ ഹിഫ്ളിന് പഠിക്കണില്ലേ? മാഷാ അല്ലാഹ്. ഒരുപാട് കുട്ടികളെ, 8-10 കുട്ടികളോളം ഓരോരുത്തരും ഏറ്റെടുത്തു കഴിഞ്ഞു. അൽഹംദുലില്ലാ. 40,000 രൂപ വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വാലിലൊക്കെ ഒരുപാട് ആളുകൾ അതിലേക്ക് അൽഹംദുലില്ലാ 10 കുട്ടികളോളം 6 കുട്ടികൾ ബാക്കിയുണ്ടെന്ന്. ഒരു കൊല്ലത്തേക്ക് 40,000 രൂപ അവരുടെ ചെലവ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകളൊക്കെ ആ വിഷയത്തിലേക്ക് എന്ത് ചെയ്യണം, ഒരു സംഭാവനയ്ക്കൊന്ന് ഏറ്റെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇൽമിന്റെ സേവനം ചെയ്യുക, അത് വലിയ ചിലർക്ക് അങ്ങനെയാണ്. ചിലക്ക് പഠിപ്പിക്കാൻ കഴിയും, ചിലക്ക് ഒരുപാട് പഠിപ്പിക്കാനുള്ള ആ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുകൊടുക്കാൻ വേണ്ടി കഴിയും. പക്ഷേ അവരെ കൊണ്ട് പഠിപ്പിക്കാനൊന്നും കഴിയില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, അവർക്ക് തടി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല എല്ലാ വിഷയങ്ങളും അല്ലാഹു ജയിപ്പിച്ചു തരട്ടെ. ഇമാം മാലിക് എന്നവരെ പറയാണ്, അല്ലാഹു തആല എനിക്ക് തന്ന ഈ നിഅമത്ത് ഇൽമിലാണ്, നിങ്ങൾക്ക് ഇബാദത്തിലാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ ഏരിയ രണ്ടാണെങ്കിൽ തന്നെയും ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ വഴിക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇൽമിന്റെ സേവനം ചെയ്യുന്ന ഒരാൾ മോശക്കാരനാണ്, ഇബാദത്തിന്റെ ആളാണ് ഉഷാറ്. തിരിച്ചോ മറിച്ചോ അങ്ങനെയൊന്നും പറയണ്ട, ആരെയും കുറ്റം പറയണ്ട. ഓരോരുത്തർക്കും ഓരോ വഴി അല്ലാഹു തുറന്നു കൊടുക്കുക. ചിലർ കച്ചവടത്തിന് ഉഷാറാണ്, അവരെ ജോലി ചെയ്യാൻ പറ്റൂല. ചില ആളുകൾ ഡ്രൈവിങ്ങിന് ഉഷാറാണ്, അവരെ കച്ചവടത്ത് കൊണ്ട് ഇരുത്താൻ പറ്റൂല. ഓരോരുത്തർക്കും ഓരോ മഈശത്ത്, ഓരോരുത്തർക്കും ഓരോ റിസ്ഖ് അല്ലാഹു കൊടുത്ത പോലെ അമലിന്റെയും വിഷയം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരാളും ചെയ്യുന്ന ഒരു കർമ്മത്തെ നിസ്സാരമായി കാണണ്ടാണ്. ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്ത അമലാണത്. ആ ഒരു അമലിനെ നിസ്സാരമായി കാണരുത് എന്ന് മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു. സജ്ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്. മഹാനായ
മുഹമ്മദ് ഇബ്നുൽ ഫദ്ലുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. യഹ്യ ഇബ്നു മഈൻ എന്നവർ പറയുന്ന വിഷയം, ഇന്നാ ലനതുഅനു അലാ അഖ്വാമിൻ ലഅല്ലഹും ഖദ് ഹത്തു റിഹാലഹും ഫിൽ ജന്ന മിൻ അക്സറ മിൻ 200 സന. ജർഹ് എന്ന് പറയുന്ന വിഷയം പഠിക്കുമ്പോൾ, ഉസൂലുൽ ഹദീസ് പഠിക്കുമ്പോൾ, ഇൽമുൽ ഹദീസ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഒരു ഹദീസിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ റാവിമാരായ ആളുകൾ, റാവിമാരിൽ ആരെ കൊള്ളാം ആരെ കൊണ്ടുകൂടാ, ഒരു ഹദീസ് എങ്ങനെയാണ് ദഈഫാകുന്നത്, എങ്ങനെയാണ് ഒരു ഹദീസ് മുഅ്ദലാകുന്നത്, എങ്ങനെയാണ് ഒരു ഹദീസ് സ്വഹീഹാകുന്നത്, ഹസനാകുന്നത്, അതിന്റെ ഹദീസ് ശാസ്ത്രമുണ്ട്. അതിൽ ചില ആളുകളൊക്കെ പറഞ്ഞത് ഇന്നാലിന്ന ആള് മുൻകറുൽ ഹദീസ്, അയാളുടെ ഹദീസ് സ്വീകരിക്കാറില്ല. ഇന്നാലിന്ന ആള് വളഅൽ ഹദീസ്, ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളാണ്. ഇന്നാലിന്ന ആളെ പറ്റി ഇന്ന ഇമാം കദ്ദാബ്, നുണ പറയുന്ന ആളാണെന്ന് പറഞ്ഞു എന്നൊക്കെ ആലിമീങ്ങൾ ജർഹ് തഅദീൽ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് നമ്മുടെ ഹദീസ് പഠനങ്ങളിൽ കാണാൻ കഴിയും. അതില് ചില ആളുകൾ മോശാണ് എന്ന് പറഞ്ഞു പോകും. എന്തിനെന്നറിയോ? ഈ ഹദീസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു ഹദീസ് ദഈഫാകുന്നത് എങ്ങനെ, ഇതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന വിഷയം, മുതഅല്ലിമീങ്ങൾക്ക് അറിയുന്ന വിഷയമാണത്. ജർഹ് തഅദീൽ ഇമാമുനാ യഹ്യ ഇബ്നു മഈൻ റളിയല്ലാഹു തആല അൻഹു ജർഹ് തഅദീലിൽ പ്രഗൽഭനായ മഹാനാണ്. അദ്ദേഹം പറഞ്ഞു, ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ അവരവരുടെ ബയോഡാറ്റകൾ പരിശോധിച്ചിട്ട് അവരെ ഹദീസിന് കൊള്ളാത്തവരാണെന്നോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ ശരിയല്ലായിരുന്നുവെന്നോ അവർ ഹദീസ് പ്രഗൽഭമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന യോഗ്യതയുള്ളവരല്ലെന്നോ എന്തെങ്കിലും, അൽഹംദുലില്ലാഹ് ഒരു വർഷത്തേക്ക് 40,000 കൊടുത്തുകൊണ്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ ഒരു കുട്ടി ഏറ്റെടുത്തു. നമുക്ക് 5 കുട്ടിയും കൂടി ഉണ്ട്. അല്ലാഹു തആല അത് ഏറ്റെടുത്തവർക്ക് അല്ലാഹു ഖൈറും ബറകത്തും ചെയ്യട്ടെ എന്നാണ് വിഷയം. ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല, ഖാലിഖായ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലാത്ത റബ്ബിന്റെ സിഫത്താണ് ഖുർആൻ. അഹ്ലുസുന്ന ജമാഅത്തിന്റെ അഖീദ അങ്ങനെയാണ്. ഖുർആൻ ഗൈറു മഖ്ലൂഖാണ്, സൃഷ്ടിക്കപ്പെട്ടതല്ല. അള്ളാഹു സ്രഷ്ടാവ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല. അങ്ങനെയാണെങ്കിൽ റബ്ബിന്റെ സിഫത്തുകളും അങ്ങനെയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല. ഖുർആന്റെ പേജിനെ കുറിച്ചല്ല, മഷിയെ കുറിച്ചല്ല, പ്രിന്റിങ്ങിനെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ കലാം എന്ന വാക്കുകൾ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുർആനിലെ ഓരോ അക്ഷരവും സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൂടാ. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ. എന്നാൽ അന്നത്തെ ഭരണാധികാരികൾ മുഅ്തസിലി ആശയം, അന്നത്തെ ബിദ്അത്തുകാരുടെ ആശയം തലയിൽ കയറിയിട്ട് ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിക്കാൻ പറഞ്ഞു. ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് അത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞു, വിട്ടുകൊടുത്തില്ല. ഖുർആൻ അള്ളാന്റെ കലാമാണ്, അത് റബ്ബിന്റെ വിശേഷണമാണ്. അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടവനല്ലെങ്കിൽ അവന്റെ വിശേഷണങ്ങളും സൃഷ്ടിക്കപ്പെട്ടതല്ല. അത് മഖ്ലൂഖല്ലാത്ത റബ്ബിന്റെ സിഫത്താണെന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്രയോ കൊല്ലങ്ങളോളം ജയിലിൽ ശിക്ഷ അനുഭവിച്ച മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ആ ശിക്ഷ നടക്കുമ്പോ നോക്കി നിന്ന ആളാണ്. പറഞ്ഞു, ഇമാം എന്നവരെ, ഇമാമേ നിങ്ങൾ എനിക്ക് പുറത്തു തരണം, മാപ്പ് തരണം. എന്തു പറ്റി? നിങ്ങളാ അടിക്കണ നേരത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താനോ, ഒരു നല്ല വാക്ക്, നിങ്ങളെ ഒന്ന് എന്തെങ്കിലും സഹായിക്കാനോ എന്നെ കൊണ്ടായില്ല. ഞാനൊന്നും നിങ്ങൾക്ക് ചെയ്തെന്നില്ല, വലിയ കുറ്റബോധമുണ്ട്, എനിക്ക് പുറത്തു തരണം. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവര് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേ. കാരണം ഒരു ആലിം, നിരപരാധിയായ ഒരു മനുഷ്യനെ ശിക്ഷിക്കപ്പെടുമ്പോ ആ രാജാവുമായി നിങ്ങൾ കടുപ്പുണ്ടായിരിക്കെ നിങ്ങളുടെ സ്വന്തം ജോലി പോകുന്ന വിചാരിച്ച് നിങ്ങൾ മിണ്ടാതെന്നില്ലേ? അതൊരു തെറ്റാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു, ജഅൽതുക ഫീ ഹിൽ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. വല്ലാത്ത മഹാനാണ്. മുഅ്തസിം ബില്ലാഹ് എന്ന് പറഞ്ഞ അന്നത്തെ ഭരണാധികാരി മഹാനവറുകൾ അടിക്കുമായിരുന്നു. അടിച്ചിട്ട് മഹാനവറുകളുടെ ശരീരത്തില് വിടവുകൾ ഉണ്ടായിട്ടുണ്ട്. ശരീരം പൊട്ടിപ്പിളർന്നിട്ട് ഡോക്ടർ വന്നിട്ട് മാംസം മുറിച്ചെടുത്തിട്ട് അവരെ തുന്നി പിടിപ്പിക്കുമ്പോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ മുറിവുകൾ കൊണ്ട് സൂചി കൊണ്ട് തുന്നുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുവേ മുഅ്തസിമിന് പുറത്തു കൊടുക്കണമേ, മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ ദുആരക്കുന്നുണ്ട്. വേദന വരുമ്പോഴേ, പണ്ടൊക്കെ ചെറുപ്പത്തിൽ പറയില്ലേ, വേദന വരുമ്പോ പച്ചലമൊക്കെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ പോലെ, വേദന വരുമ്പോ ഈ മഹാൻ പറഞ്ഞ ദുആ ഇതാണ്,
അല്ലാഹുവേ മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ. ആരാ മുഅ്തസിം? ആ മുഅ്തസിമിന്റെ അടികൊണ്ടാ ശരീരം ഇങ്ങനെ വിണ്ടുകീറിയത്. ആ മുഅ്തസിമിന്റെ അടികൊണ്ടാണ് മഹാനവറുകൾക്ക് മാസങ്ങളോളം എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ വന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ ലൈവ് പരിപാടി നടക്കുന്നുണ്ട്. തത്സമയം ഗൾഫിൽ നിന്ന് കേട്ടിട്ട് ഒരാളൊരു കുട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ പ്രവാസിയായ സഹോദരന് നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ജോലിയിലും ഈ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ 1-2 കാതിലകൾ കമ്മലുകളൊക്കെ ഇവിടെ സഹോദരിമാർ കൊടുത്തയച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പരിപാടിയിലേക്ക്, നമ്മുടെ ഈ വിഷയത്തിലേക്കാണ്. അല്ലാഹുവേ, ആ ഉമ്മമാർക്ക് സ്വർഗത്തിന്റെ ആഭരണം നീ അണിയിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവർക്ക് വേണ്ടിയൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് ദുആ ചെയ്തിട്ടാണ് നമ്മൾ പരിപാടി പിരിയുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് ഇനി ഒരു 3 കുട്ടിന് കൂടെ ആയാൽ അൽഹംദുലില്ലാ, വലിയ റാഹത്തായി. 3 കുട്ടി കൂടെ അൽഹംദുലില്ലാ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വലിയ ഭാഗ്യവാന്മാരാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്തസിം, മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ, മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, നിങ്ങളെ ഇക്കണക്കിന് അടിച്ചു വേദനിപ്പിച്ച മുഅ്തസിമിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയാണോ? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ? മുഅ്തസിം അല്ലാഹുവിന്റെ റസൂലിന്റെ വംശപരമ്പരയിൽ വരുന്ന തങ്ങളാണ്. രാജാവായിരുന്നു, ഭരണാധികാരിയാ, പക്ഷെ ആള് തങ്ങളാണ്, സയ്യിദാൻ. എന്തേ പറഞ്ഞെന്നറിയോ? നോക്കണം. സയ്യിദന്മാരെ ആക്ഷേപിക്കുന്നവരോ സയ്യിദന്മാരെ കുറ്റം പറയുന്നവരോ, പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദന്മാർ, ഒരുപാട് മഹത്വമുള്ള സയ്യിദ് കുടുംബമല്ലേ നമ്മുടെ നാടുകളിലൊക്കെ ജീവിക്കുന്ന സയ്യിദന്മാർ. അതിൽ മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരോ കണ്ണെടുത്താ കാണാൻ ഇഷ്ടമില്ലാത്തവര്, എപ്പോഴും വെറുപ്പോടുകൂടെ പറയുന്നവര്, പാണക്കാട് സയ്യിദന്മാർ അംഗീകരിക്കൂല എന്നൊക്കെ പറയുന്നവര്, ഒന്ന് കേൾക്കുക. ആവേശമൊക്കെ നല്ല തന്നെയാ, പക്ഷേ അത് എന്തിനാണ് നമ്മൾ ഈ ചെയ്യണത് എന്ന് ആലോചിക്കണം. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ആരാണ് ഇവരൊക്കെ? അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഈ ഒരു അനുഭവം തന്നെ ഒന്ന് വെച്ചേക്കുക. എന്താ പറഞ്ഞെന്നറിയോ? മുഅ്തസിം അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയിൽ വന്ന ആളാണ്. മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ, മുഅ്തസിമിന് മാപ്പ് കൊടുക്കണേ എന്ന് ഞാനെങ്ങാനും ദുആ ചെയ്താൽ ലഅല്ലി അനാലു ശഫാഅത റസൂലില്ലാഹ്, എന്റെ പേരക്കിടാങ്ങളിൽപ്പെട്ട ഒരു കുട്ടിക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നാളെ എനിക്ക് ലഭിച്ചാലോ, ആ ഒരു പ്രതീക്ഷയിലാണ്. എന്നെ അടിച്ച ആളാണ്, ശരി തന്നെയാണ്, എന്നിട്ടും മുഅ്തസിമിന് പൊറുക്കണേ എന്ന് ഞാൻ പറയുന്നത്. നാളെ അത് കാരണം അല്ലാഹുവിന്റെ ശഫാഅത്ത് എനിക്ക് ലഭിച്ചേക്കും. അതുകൊണ്ട് ഞാൻ ദുആ ഇറക്കുകയാണ്. മുഅ്തസിമിനെതിരായിട്ട് ദുആ ചെയ്യില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയിൽ വരുന്ന ആളല്ലേ, അതുകൊണ്ട് ഞാൻ കുറ്റം പറയൂല. പുറത്തു കൊടുക്കണേന്നേ ദുആ ഇറക്കൂ. എന്തുകൊണ്ട് ഹബീബിന്റെ പേരക്കുട്ടിയോട് വെറുപ്പ് കാണിച്ചാൽ അത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടുമോ? നബി തങ്ങൾക്ക് വെറുപ്പ് തോന്നില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലെ സയ്യിദിനോട് ഞാൻ ഒരിക്കലും ഒരു വെറുപ്പ് കാണിക്കില്ല. ഞാൻ പുറത്തു കൊടുത്തു. ഒരുപക്ഷെ അത് കാരണം അല്ലാഹു ഹബീബിന്റെ ശഫാഅത്ത് അഹ്മദ് ഇബ്നു ഹംബലിന് നൽകിയെങ്കിലോ എന്ന പ്രതീക്ഷയിലാണ് ഞാനത് ചെയ്യുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇതിലൊക്കെ പാഠങ്ങളില്ലേ മുഅ്മിനേ? ആഴത്തിലുള്ള പാഠങ്ങളില്ലേ ഇതിനുള്ളിലൊക്കെ? ഏറ്റവും വലിയ മഹിതമായ മാതൃകകളിലൂടെ അംബിയാഇന്റെ മാതൃകയിൽ വന്ന പ്രബുദ്ധരായ സജ്ജനങ്ങളുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയുടെ ഏറ്റവും മഹാവിഹായസ്സുകളാണ്, ഏറ്റവും അത്യുന്നതങ്ങളായ മൂല്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൽയഅഫൂ വൽയസ്ഫഹൂ, നിങ്ങൾ പുറത്തു കൊടുക്കണമേ, മാപ്പ് ചെയ്യണേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? ആരാണ് തെറ്റില്ലാത്തവര്? ആരാണ് കുറ്റം കുറവില്ലാത്തവര്? ആരാണ് ന്യൂനതയില്ലാത്തവര്? വലസ്താ ബിമുസ്തബിഖിൻ അഖല്ലാ തലുമ്മുഹു, വലസ്താ ബിമുസ്തബിഖിൻ അഖല്ലാ തലുമ്മുഹു അലാ ശാഅത്തിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബൂ. ഒരു തെറ്റുമില്ലാത്ത, ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കൂട്ടുകാരിയെ വേണമെന്ന് പെങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു പെണ്ണിനെ, ഒരു ഭർത്താവെ ഒരാൾക്കും കിട്ടുകയുമില്ല. ഒരു കുഴപ്പവുമില്ലാത്തൊരാണിനെ, ഒരു കുഴപ്പവുമില്ലാത്തൊരു സുഹൃത്തിനെ സഹോദര നിനക്ക് ലഭിക്കുകയില്ല. ഒരു കുഴപ്പവുമില്ലാത്ത ഭർത്താവിനെ സഹോദരി നിനക്കും കിട്ടില്ല. കുഴപ്പങ്ങളില്ലാത്ത ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ, മക്കളുണ്ടോ? ആർക്കാണ് കുഴപ്പങ്ങളില്ലാത്തത്?
അങ്ങനെ കുഴപ്പമുള്ളവരൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾക്കുമില്ലേ കുഴപ്പങ്ങള്? മഅസൂം അല്ലാഹുവിന്റെ റസൂലല്ലേ, അമ്പിയാക്കളല്ലേ, പാപങ്ങളില്ലാത്തവര്, അമ്പിയാക്കളല്ലേ, പാപസുരക്ഷിതമായവര്. അതുകൊണ്ട് തെറ്റുകൾ പുറത്തു കൊടുക്കണമേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് മഹാനായ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലത്തെ സുദ്ദീഖ് തങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അല്ലാഹു പുറത്തു തരാൻ? അതേ റബ്ബേ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് പടച്ചവനെ, നിങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. നമ്മൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുക, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. സെയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു അബൂ ദുജാന തങ്ങൾ ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോൾ വലിയ അസുഖം ബാധിച്ച് കിടക്കുമ്പോ മഹാനവറുകളെ കാണാൻ വേണ്ടി ചൊല്ലുന്നു. മഹാനായ സെയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ സന്ദർശിച്ചത് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ. മുഖങ്ങനെ വല്ലാത്ത തിളക്കമുണ്ട്. വകാന വജ്ഹുഹു യതഹല്ലലു, മുഖത്ത് എന്തെന്നില്ലാത്ത ഭംഗി, മുഖങ്ങനെ തിളങ്ങാണ്. അങ്ങനെ പറയില്ലേ ചില ആളുകൾ മരിച്ചു കഴിയുമ്പോ എന്തോ ഒരു ചൊർക്ക്. ഉമ്മാമാനെ കാണാന്, ഉമ്മാമാനെ മരിച്ചാ കുളിപ്പിക്കാൻ എടുത്തപ്പോഴേ, കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ എന്താ പുഞ്ചിരി, എന്ത് രസമുള്ള മുഖമായിരുന്നു അങ്ങനെ പറയും. കുളിപ്പിച്ചു കഴിയുമ്പോഴേക്കും മുഖം ഇരുണ്ടുപോകുന്ന ആളുകളുണ്ട്. മുഖത്തെ വെളിച്ചം അതിന്റെ മരിക്കുമ്പോഴേക്കും നഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹു നമുക്കൊക്കെ നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങോട്ടാണ് മുഅ്മിനെ നമ്മുടെ ഓട്ടം. എന്ത് തലകുത്തി മറിഞ്ഞാലും അവസാനം മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടണം അല്ലേ? അതില്ലെങ്കിൽ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ രക്ഷ അവിടെയാണ്, ഹുസ്നുൽ ഖാത്തിമത്താണ്. ഈ സദസ്സിന്റെ ഇവിടെ നൽകുന്ന 3 മോതിരം കൂടെ ഇവിടെ വന്നു. ഒരുപാട് 3 കുട്ടികളെ 40,000 വെച്ചിട്ടാണ് ഏറ്റെടുത്ത്. 1,20,000 3 പേര് ഏറ്റെടുത്തപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ നൽകിയ ദാനങ്ങൾ 3 മോതിരം കൂടെ കൈവിരലുകൾ നഴിച്ചിട്ടാണ് ഈ കൊടുക്കുന്നത്. അല്ലാഹു ഇതിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി പടച്ചവനെ ഞങ്ങൾക്കൊക്കെ ഖൈറായ മരണനേരം കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസീൽ എന്ന് പറഞ്ഞൊരു പ്രവാസി ഇതാ ഒരു കുട്ടിയെ ഏറ്റെടുത്തു. മൊബൈൽ നമ്പറും തന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഇത് ഓൺലൈനിൽ ഗൾഫിൽ ഇരുന്നിട്ട് കേൾക്കുകയാണ് പരിപാടി. നമ്മോടൊപ്പം ശരീരം കൊണ്ടില്ല, പക്ഷേ ഒരു കുട്ടി ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ജോലിയിലും തൊഴിലിലും മക്കളിലും കുടുംബത്തിലും എല്ലാറ്റിലും 2 ലോകത്തും നീ അല്ലാഹുവേ എല്ലാ ഖൈറും നീ അദ്ദേഹത്തിന് നൽകണേ തമ്പുരാനെ. ആമീൻ. വേറെ ഒരു ലൈവ് കണ്ട പ്രവാസി ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു കുട്ടിയെ ബാക്കിയുള്ളൂ. അതും അയ്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ഏറ്റെടുത്തു. അല്ലാഹു അക്ബർ. 6 കുട്ടികളെ അൽഹംദുലില്ലാഹ് വളരെ റാഹത്തില് പ്രവാസികളും നാട്ടുകാരും നമ്മുടെ ഒരു കമ്പനിയും ഒക്കെ ആയിട്ട് ഏറ്റെടുത്തു. അല്ലാഹുവേ നീ എല്ലാവർക്കും ഖൈർ കൊടുക്കണേ റബ്ബേ. അവർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹുവേ ഹുസ്നുൽ ഖാത്തിമത്ത് മരണനേരത്തെ രക്ഷപ്പെടലും ഈമാനും ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബേ. അവര് ചെയ്ത സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ടെങ്കിലും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പരലോക വിജയം നൽകണേ റബ്ബേ. ഈ ദുന്യാവിൽ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങൾക്ക് ഹാഫിളീങ്ങളാവാനോ പഠിക്കാനോ കഴിഞ്ഞില്ല. പടച്ചവനെ പഠിക്കുന്ന മക്കളെ സഹായിച്ച ആളുകൾ അവർക്കൊക്കെ അല്ലാഹുവേ നീ വലിയ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോഴാണ് സെയ്ദ് ഇബ്നു അസ്ലം എന്നവർ ചെല്ലുന്നത്. മുഖത്ത് എന്തെന്നില്ലാത്ത വെളിച്ചം. മാലി വജ്ഹിക യതഹല്ലലു. അല്ല അബൂ ദുജാന, എന്താണ് നിങ്ങളുടെ മുഖത്തിന് എന്തെന്നില്ലാത്ത ശോഭ? എന്താണ് നിങ്ങളുടെ ശോഭ? എന്ത് രസമുള്ള മുഖം! എന്താണ് നിങ്ങളുടെ ഈ മുഖവെളിച്ചത്തിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്ത ജീവിതത്തിലെ കർമ്മങ്ങളിൽ 2 എണ്ണമാണ് എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. 2 വിഷയം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കുൻതു ലാ അതകല്ലമു ഫീമാ ലാ യഅനീനി. എനിക്കാവശ്യമില്ലാത്ത ഒരു വിഷയം, അനാവശ്യമായ വാക്കുകളും അനാവശ്യമായ വിഷയങ്ങളിലും ഞാൻ ഇടപെടാറില്ലായിരുന്നു. അനാവശ്യമായ വിഷയം ഞാൻ ഇടപെടൂല. അങ്ങനെയാ. ഒരു ഫോൺ വിളിക്കാണ്, ആവശ്യത്തിന് വിളിക്കുക, കാര്യം പറഞ്ഞു വെക്കുക. എത്ര റാഹത്താണ്. ഒരു വോയിസ് മെസ്സേജ് വിടുകയാണ്, അത് വളരെ ചുരുക്കി ആറ്റിക്കുറുക്കി എത്ര ചുരുക്കാൻ പറ്റുമോ ചുരുക്കിയിട്ട്. ഒരു കാര്യം പറയാൻ വെറുതെ സമയം കളയാതെ പെട്ടെന്ന് പറയാൻ, അല്ലേ? എത്ര റാഹത്തുണ്ടായിരിക്കും.
വെറുതെ ലാൻഡ് ഫോൺ എന്നൊക്കെ വിളിച്ചിട്ട് ലാൻഡ് ഫോൺ ഫ്രീ ആണോ അല്ലെ ചെലവ് കുറവാന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം എന്താ നമ്മളെ മോഡിന്റെ വർത്താനം എന്താ, അല്ലെങ്കിൽ മറ്റാളുടെ വർത്താനം എന്താ, ഇതെന്താ, ഇങ്ങനെ എല്ലാ നാട്ടുകാരും തീർന്നിട്ട് പിന്നെ രാഷ്ട്രീയക്കാരും അതും ഇത്. എന്തിനതിന്റെ ആവശ്യം? എന്തിനെങ്ങനെ പറയണം? എന്തിന് മനുഷ്യന്മാരുടെ സമയം കേടുവരുത്തണം? ഒരു നിസ്കാരത്തിന് മുസല്ലിന്ന് എഴുന്നേറ്റ് വന്നിട്ടായിരിക്കും ഫോൺ ചെയ്യുക. സഹോദരിമാരൊക്കെ അങ്ങനെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. വെറുതെ വിളിച്ച് നേരം കളയാ. അത്യാവശ്യങ്ങൾ ഭീമാലായ അനി, എന്തിന് അനാവശ്യങ്ങളിൽ സമയം കളയണം? അനാവശ്യ വിഷയം എന്തിന് ചർച്ച ചെയ്യണം? ഞാനങ്ങനെ അനാവശ്യമായ വിഷയങ്ങളിൽ ഒരിക്കലും സംസാരിക്കാറില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്റെ ജീവിതത്തിൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുള്ള വിഷയം, കാന ഖൽബി മുസ്ലിമീന സലീമാ, എന്റെ മുസ്ലിമീങ്ങളോട് ഒരു വിഷമവും തോന്നിയിട്ടില്ല. മുസ്ലിമീങ്ങളോട് എന്റെ മനസ്സിനുള്ളിൽ ഒരു വെറുപ്പോ വിഷമമോ തോന്നാറില്ലായിരുന്നു. ഞാൻ നല്ല നിലയിൽ സംശുദ്ധമായ ഹൃദയത്തോടുകൂടെ കടന്നു ചെല്ലുന്ന ആളാണ്. ഇങ്ങോട്ട് വെറുക്കുന്നവര്, മുഖം കറുപ്പിച്ച് നോക്കുന്നവര്, സലാം പറഞ്ഞാൽ മടക്കാത്തവര്, വെറുപ്പോടുകൂടെ നടക്കുന്നവര്, എന്നാലും അങ്ങോട്ട് പ്രസന്നമായിട്ട് സലാം പറയുന്നത്, സലാം പറഞ്ഞ പകുതി കൈയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഇത്രേ പിടിക്കുള്ളൂ, തല്ലത്ത് മുഴുവൻ തരൂല. നിങ്ങൾ നമ്മളെ സംഘടനയിലല്ലല്ലോ, അതുകൊണ്ട് തരൂല. എന്തൊരു സാധുക്കളാണ് റബ്ബേ. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞങ്ങൾ മാത്രം സ്വർഗത്തേക്ക് പോകുള്ളൂ എന്നൊക്കെ വിചാരിക്കണ എത്ര സാധുക്കളുണ്ട്. അള്ളാന്റെ സ്വർഗം ലഖദ് ഹജ്ജർത വാസിഅ, ഇത്ര വിശാലമായ അള്ളാന്റെ സ്വർഗം നിങ്ങൾ എന്ത് ചെയ്യരുത്, ചുരുക്കിക്കളയണ്ട. അവിടെ കുറെ ആൾക്കാർക്ക് വരാൻ സ്ഥലമുണ്ട്. അവ്വലീങ്ങളും ആഖിരീങ്ങളുമായ ഒരുപാട് സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ, മുൻഗാമികളിൽ ഒരുപാട് പേർ, പിൻഗാമികളിലും ഒരുപാട് പേർ. എങ്ങനെ ഞങ്ങൾ മാത്രം എന്ന് പറയാ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ മോശം. ആരാണ് നിങ്ങളെ തലേക്ക് ഇതൊക്കെ കയറ്റി വെച്ച് തരുന്നത്? അല്ലാഹു ആലം. ബുദ്ധിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് അടിയന്തരമായിട്ടൊന്ന് സർവീസ് ചെയ്യാൻ നേരായിട്ടുണ്ട്. ചിന്തകളും വിചാരങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ അള്ളാഹു ഇത്തരം കൽബുകളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ. ഒരു മുഹ്സിൻ എന്ന് പറയുന്ന ആൾ ഖത്തറിൽ നിന്നും ഒരു കുട്ടിയുടെ ചെലവിലേക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും കുട്ടികൾ വരുമല്ലോ, അവരുടെ ചെലവിലേക്ക് ഏറ്റെടുക്കാം. അൽഹംദുലില്ലാ. ദുആ ഖത്തറിൽ നിന്നാണ്. അള്ളാഹുവേ, നീ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. നമ്മുടെ ഉമർ എന്ന് പറഞ്ഞ ആളുടെ കെയർ ഓഫിലാണ് അത് വന്നത്. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനവറുകൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പ്രസന്നത കാണുമ്പോ, എന്തേ നിങ്ങളുടെ മുഖത്ത് ഇത്ര നല്ല പ്രസന്നതയുണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ വിഷയം, ഒന്ന്, അനാവശ്യമായതൊന്നും ഞാൻ സംസാരിക്കാറില്ല. പിന്നെ ഒരു മുസ്ലിമിനോട് എന്റെ മനസ്സിലൊരു വെറുപ്പില്ല. ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായി. ചില നിലപാടുകൾ നമുക്ക് സഹിക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാകുമ്പോൾ നമ്മൾ പറയും. ഞാൻ പറയാറുണ്ട്, അതിനെനിക്ക് കുറെ ശത്രുക്കളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കതിന് വെറുപ്പില്ല. എന്തെന്നറിയോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയം നടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റൂല, നമ്മളത് പറയും. അതിന് നമ്മളോട് വ്യക്തിപരമായി ദേഷ്യം വെക്കണ്ട. അത് ദീനിന്റെ വിഷയമാണ്, എന്റെ സ്വന്തം കാര്യമല്ലല്ലോ, ദീനിന്റെ വിഷയമാണ്. അത് തെറ്റ് തിരുത്താനുള്ളതാണ്. അത് ആർക്കും തെറ്റുപറ്റും, ആർക്കുമാവാം തെറ്റ്. ആ നിലപാടുകൾ ശരിയല്ലെന്ന് പറയും, ആ സ്വഭാവം ശരിയല്ലെന്ന് പറയും, ഈ കാഴ്ചപ്പാടുകൾ ശരിയല്ലെന്ന് വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ സ്വഹാബത്തിന്റെയോ താബിഈങ്ങളുടെയോ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് പറയേണ്ടി വരും. അതിലെന്ത് ചെയ്യണ്ട? മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കണ്ട. ഒരാളുടെ സ്വഭാവത്തെ നമ്മൾ വെറുക്കുന്നു, ആ മനുഷ്യനെ വെറുക്കുന്നില്ല. അങ്ങനെയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലൂടെ നടക്കുമ്പോഴല്ലേ ഒരാളെ പിടിച്ചിട്ട് നാട്ടുകാർ മുഴുവൻ തല്ലുകയാണ്. വല്ലാത്ത അടി, കൂട്ടടി അടിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എല്ലാരും അടി നിർത്തിൻ, എന്താ വിഷയം? ഇയാളൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ വ്യഭിചാരമോ മറ്റോ ചെയ്തതാണ്. അടിക്കാൻ, അടി നിർത്തിൻ. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണാങ്ങൾ എന്താ ചെയ്യാ? അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞവരൊക്കെ. ഈ മനുഷ്യന് തെറ്റിൽപ്പെട്ടിരിക്കുകയാണ്. അയാളെ പിടിച്ചതിന്ന് കരകയറ്റണം, അടിച്ചു കൊന്നിട്ട് എന്താ കാര്യം? ആ മനുഷ്യന് തൗബ ചെയ്തു കൊടുക്കാം. ഫഖിഹു, ആ മനുഷ്യന് ദീൻ പറഞ്ഞു കൊടുക്കിൻ, ആ മനുഷ്യൻ അള്ളാഹിന്റെ ശരീഅത്ത് പറഞ്ഞു കൊടുക്കിൻ. നിങ്ങൾ അടിച്ച അയാളെ ജീവൻ എടുക്കുകയാണോ? അതാണോ ചെയ്യേണ്ടത്? അപ്പൊ കൂട്ടത്തിന് ചില ആളുകൾ സ്വഹാബിയായ അബൂ ദർദാ തങ്ങളോട്, നിങ്ങൾക്ക് ഇയാളോട് ദേഷ്യല്ലേ എന്ന് ചോദിച്ചു. ദേഷ്യമുണ്ട് അയാളുടെ കർമ്മത്തോട്, അവൻ ചെയ്ത തെറ്റിനോട് എനിക്ക് വെറുപ്പാണ്. പക്ഷെ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ഫഹുവ അഖീ ഫില്ലാഹ്, അവൻ അള്ളാന്റെ മാർഗത്തിൽ എന്റെ സഹോദരനാണ്. അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അവന്റെ കർമ്മത്തോട് എനിക്ക് വെറുപ്പുണ്ട്, ആ വ്യക്തിയോട് വെറുപ്പില്ല. അയാൾ ചെയ്യുന്നതിനോട് എനിക്ക് വെറുപ്പുണ്ട്. തൗബ ചെയ്താൽ മാഷാ അല്ലാഹ് എന്റെ സഹോദരനാണ്.
അങ്ങോട്ട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ആകാശത്തെ കയ്യുർത്തി, റബ്ബേ പുറത്തുതാ പടച്ചവനെ, ഞാനിനി ആ തെറ്റ് ചെയ്യൂല റബ്ബേ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അബൂദർദ എന്നവർ ചെന്ന് കെട്ടിപ്പിടിച്ചു. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻത അഖീ ഫില്ലാഹ്, നീ എന്റെ സഹോദരനാണ്, നിന്നോട് എനിക്ക് വെറുപ്പുണ്ട്, നിന്റെ കർമ്മത്തോട് നിന്നോടല്ല. അങ്ങനെയാണ് വ്യക്തിയല്ല വെറുക്കുന്നത്, വ്യക്തിയുടെ കർമ്മത്തെയാണ് വെറുക്കുന്നത്. എന്തിനു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. എന്തുകൊണ്ട്? ഈമാനിന്റെ ഔസഖുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ബലിഷ്ഠമായ കയറ്, ഒരിക്കലും മുറിഞ്ഞു പോവാത്ത ഈമാനിന്റെ കയറെന്ന് പറയുന്നത് അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹുവിനെ ഇഷ്ടമുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടണം, അള്ളാഹ് പറഞ്ഞതിനെതിരെ ചെയ്യുന്നവരെ വെറുക്കുകയും ചെയ്യുക എന്നത് ഈമാനിന്റെ ഔസഖുൽ ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പേരിൽ അതൊരു വൈരാഗ്യമാവണ്ട, അത് നസീഹത്തുകളാണ്, സാരോപദേശങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചാലല്ലേ അറിയാൻ പറ്റൂ. ഒരു മനുഷ്യൻ പൊട്ടക്കിണറ്റിൽ പോയിട്ട് വീഴാണ്, ആ മനുഷ്യനെ പിടിച്ചു വെക്കേണ്ടി വരും. എന്റെ തടസ്സം നഷ്ടപ്പെടുത്തുകയാണോ? അല്ല, നിങ്ങൾ പൊട്ടക്കിണറ്റിലേക്കാ പോകുന്നത്, അതുകൊണ്ട് നിങ്ങളെ പിടിച്ചു വെച്ചതാണ് എന്ന പോലെ മഹാനവറുകൾ പറഞ്ഞു, അനാവശ്യമായ വിഷയങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. കാന ഖൽബീ ലിൽ മുസ്ലിമീന സലീമാ, എന്റെ മനസ്സിൽ മുസ്ലിമീങ്ങളോട് ഒരു വെറുപ്പും എനിക്കില്ല എന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു. യാ അല്ലാഹ്, അതുകൊണ്ട് ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവർ പറഞ്ഞൊരു വാക്കുകൂടെ ഉദ്ധരിക്കട്ടെ, ലം യുദ്രിക് മിൻ ഇൻദിനാ മൻ അദ്റക ബികസറത്തി സിയാമിൻ വലാ സ്വലാഹ്. നമ്മുടെ കാലക്കാരും മുൻഗാമികളും ഒരുപാട് നിസ്കാരമോ ഒരുപാട് നോമ്പോ ചെയ്തതുകൊണ്ടല്ല അവർക്ക് മഹത്വമുണ്ടായത്. പിന്നെയോ وإنما أدرك بسخاء الأنفس وسلامة الصدر والنصح للأمة. മുൻഗാമികൾക്ക് വിജയമുണ്ടാവാൻ കാരണം അവരുടെ ശരീരം ശുദ്ധമായത്, ഹൃദയം ശുദ്ധമായത്, മുസ്ലിം ഉമ്മത്തിന് സാരോപദേശം കൊടുത്തത്. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. മുസ്ലിം ഉമ്മത്തിന് സാരോപദേശം കൊടുത്തത്, ഹൃദയശുദ്ധി ഉണ്ടായത്, ശരീരത്തെ ശുദ്ധി വരുത്തിയത് ഇതുകൊണ്ടാണ് എന്നല്ലാതെ കുറേ നിസ്കാരമോ നോമ്പോ അതൊന്നുമല്ല മുൻഗാമികൾ രക്ഷപ്പെടാൻ കാരണമായത്. അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു എന്ന് മഹാനായ ഫുദൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അല്ലാഹു നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ. കാനൂ യുജറൂന കസീറാ യഅമലൂന യസീറാ. മുൻഗാമികൾ കുറച്ചേ അമൽ ചെയ്തിട്ടുള്ളൂ ചില ആളുകൾ, പക്ഷേ അവർക്ക് ഒരുപാട് കൂലി കിട്ടും. എന്തുകൊണ്ട്? ലിസലാമത്തി സുദൂരിഹിം, അവരുടെ ഹൃദയം ശുദ്ധമാണ്. അതുകൊണ്ട് അല്ലാഹു തആല കുറഞ്ഞ കർമ്മങ്ങൾക്ക് അല്ലാഹു തആല അവർക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണത്, അലി തങ്ങൾ പറഞ്ഞ വാക്കാണത്. യാ അല്ലാഹുവേ, അല്ലാഹുവേ, കർമ്മങ്ങൾ കുറഞ്ഞു പോയ കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. പാപങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന് നീ ശുദ്ധി നൽകണമേ തമ്പുരാനെ. വെറുപ്പുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പിശാചിന്റെ സഹായവും ആ വഴിക്കുണ്ടാവും. മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് അറബ് ലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇന്ന ശൈത്വാന ഖദ് ഐസൻ യഅബുദഹു മുസല്ലൂന ഫീ ജസീറത്തുൽ അറബ്. ജസീറത്തുൽ അറബിൽ മുസ്ലിമീങ്ങൾ ഇനി ബിംബാരാധന നടത്തില്ല എന്ന് പിശാചിനറിയാം. ജസീറത്തുൽ അറബിൽ ബിംബാരാധന നടക്കില്ല എന്ന് പിശാചിനറിയാം. വലാകിൻ ഫിത് തഹരീശി ബൈനഹും, എന്നാൽ അവരുടെ മനസ്സുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുക, സംഘടനയുടെ പേര് പറഞ്ഞ് സംഘടനകൾ ഉണ്ടാക്കുക, പരസ്പരം തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരാക്കുക, പരസ്പരം വെറുപ്പുണ്ടാക്കുക, ഈ പരിപാടി ഖിയാമത്ത് നാൾ വരെ ഇബ്ലീസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബ്ലീസിന്റെ കൂട്ടുകാരാവാണ്ടിരിക്കുക, അത്രയെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാലോ. മൂപ്പർക്കത് ഇഷ്ടമാണ് വെറുപ്പുണ്ടാക്കല്, ഇബ്ലീസിന് ഇഷ്ടമാണ് രണ്ടാക്കി പിളർത്തല്, ഇബ്ലീസിന് ഇഷ്ടമാണ് വിഭജിക്കല്, ഇബ്ലീസിന് ഇഷ്ടമാണ് തമ്മിലടിപ്പിക്കല്. നമ്മളതിന്റെ കൂട്ടുകാരാവല്ലേ, നമ്മളതിന്റെ സഹായികളായി പോവല്ലേ. അല്ലാഹു തആല സംശുദ്ധമായ ഹൃദയം നൽകി ആദരിച്ചവരിൽ അല്ലാഹു നമ്മെ പെടുത്തിത്തരട്ടെ. അതുകൊണ്ട് വെറുപ്പുണ്ടാവല്ലേ. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ തന്നെ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളുടെ മുസ്ലിമായ സഹോദരന് എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ നിങ്ങൾ അതിനൊരു കാരണം കണ്ടെത്തിയേക്കണം. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ പറഞ്ഞു, ഇദാ ബലഗക അൻ അഖീക ഷൈഉൻ, ഏതെങ്കിലും നിന്റെ കൂട്ടുകാരിൽ നിന്ന് ഒരു മോശമായ അനുഭവം നിങ്ങൾക്കുണ്ടായാൽ ഫൽതമിസ്ലഹു ഉദ്റാ, അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ട്
ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഫഇല്ലം തജിദ് ലഹ്, ഒരു കാരണവും അന്വേഷിച്ച് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലോ ഫഖുൽ, നിങ്ങൾ പറയണം ലഅല്ല ലഹു ഉദ്റൻ ലാ അഅലമുഹു, എനിക്കറിയാൻ പറ്റാത്ത എന്തോ ഒരു ഉദ്ർ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും, എന്തോ ഒരു കാരണം ഉണ്ടാവും, വെറുതെ ആവില്ലല്ലോ, വെറുതെ അദ്ദേഹം ചെയ്യില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാ ഉള്ളൂ, പക്ഷെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, വെറുതെ അദ്ദേഹം ചെയ്തതാവില്ല എന്ന് ഒരു എക്സ്ക്യൂസ് നിങ്ങൾ കണ്ടെത്തണമെന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ യൂനുസ് സ്വദഫി തങ്ങൾ പറഞ്ഞു, ലം അറ റജുലൻ അഖല മിന ശാഫിഈ, ഇമാമുന ശാഫിഈ തങ്ങളെക്കാളും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രഗൽഭനായ ഫഖീഹ് യൂനുസ് സ്വദഫി റളിയല്ലാഹു അൻഹു. ലം അജിദ് അഖല മിന ശാഫിഈ, ഇമാം ഷാഫിഈയെക്കാളും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടില്ല. ഇമാമുന ശാഫിഈ തങ്ങൾ ഒരു മസ്അലയിൽ അവര് തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ, തർക്കമുണ്ടായപ്പോ, സംവാദമുണ്ടായപ്പോ യൂനുസ് സ്വദഫി റളിയല്ലാഹു അൻഹുവിന്റെ വാദം തെറ്റാണെന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ സമർത്ഥിച്ചു കൊടുത്തപ്പോ, ഈ സംവാദത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാല് ജയിക്കണമെന്ന നിയ്യത്തോട് കൂടിയിട്ടായിരിക്കും മിക്കവാറും, ഇല്ലാ മാ റഹിമ റബ്ബി, അങ്ങനത്തെ അല്ലാത്തവരുണ്ടായിരിക്കും, പക്ഷേ ഒരു വിധത്തിലൊക്കെ ഇബ്ലീസ് കൽബിൽ കയറും. ജയിക്കണമെന്നേ, സത്യം എവിടെയാണ് എന്താണ് എന്ന് കേട്ട് പഠിക്കാനല്ല പോവുക, ഞാൻ ജയിക്കണം എന്ന് ഉദ്ദേശിക്കുക, അങ്ങനെയല്ല. ഷാഫി ഇമാം സംവാദം നടത്തിയിട്ടുണ്ട്, ഇമാമുന ഷാഫി തങ്ങൾ. എന്നിട്ട് പറയും, അല്ലാഹുമ്മ അരിനിൽ ഹഖ്ഖ അലാ യദൈ ഖസ്മി, പടച്ചവനെ എന്റെ പ്രതിയോഗിയുടെ കയ്യിലൂടെ നീ എനിക്ക് സത്യം മനസ്സിലാക്കി തരണമേ. യാ അല്ലാഹ്, എന്തൊരു മനോഹരം! എന്നോട് വാദത്തിന് വരുന്ന എന്റെ പ്രതിയോഗി, ആ മനുഷ്യന്റെ കയ്യിലൂടെ സത്യം എനിക്ക് കാണിച്ചു തരണേ പടച്ചവനെ എന്ന് ദുആ ചെയ്തിട്ടാണ് സംവാദത്തിന് കയറുള്ളൂ ഇമാമുന ശാഫിഈ തങ്ങൾ. ആ മനസ്സിന്റെ ശുദ്ധിയാണ്. എന്തെന്നായാലും ഞാൻ ജയിച്ചു എന്ന് വരുത്തണം. അങ്ങനെ ആയിപ്പോയാൽ അതിൽ നിയ്യത്ത് മോശമായി പോകും, അപ്പൊ അതിൽ സത്യം കാണാതെ പോയി പോകും. ഇമാമുന ശാഫിഈ തങ്ങൾ യൂനുസ് സ്വദഫിയോട് സംവാദമുണ്ടാവുകയും യൂനുസ് സ്വദഫി തോൽക്കുകയും ചെയ്തിട്ട് പിന്നീട് ഒരിക്കൽ കണ്ടപ്പോ ഇമാമുന ശാഫിഈ തങ്ങൾ ഓടിച്ചെന്ന് യൂനുസ് സ്വദഫിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യൂനുസേ യാ അബാ മൂസാ അലാ യസ്തഖീമു അൻ നകൂന ഇഖ്വാന വഇല്ലം നത്തഫിഖ് ഫീ മസ്അലത്തിൻ, ഒരു മസ്അലയിൽ എനിക്കും നിങ്ങൾക്കും ഒരു അഭിപ്രായമല്ല. ഫുഖഹാഇന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും. ദീനിന്റെ മസ്അല അങ്ങനെയാണ്, അതില് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദീനിന്റെ മസ്അലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഖഹാഇന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് യൂനുസ് സ്വദഫി അലാ യസ്തഖീം അൻ നകൂന ഇഖ്വാന, ഞാനും നിങ്ങൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് സഹോദരന്മാരായിക്കൂടെ, നമുക്ക് ചങ്ങാതിമാരായിക്കൂടെ, നമ്മുടെ ആശയം ഒന്നല്ലെങ്കിൽ തന്നെയും, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്നല്ല, നമ്മുടെ വീക്ഷണം ഒന്നല്ല, എന്നാലും നമുക്ക് സഹോദരങ്ങളായിക്കൂടെ, ശത്രുത വേണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞ ശാഫിഈയെക്കാളും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് യൂനുസ് സ്വദഫി. സുബ്ഹാനല്ലാഹ്, വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലുമാണത്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വിഷയം കൂടെ പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൻ നഖിയ്യൽ ഗനിയ്യൽ ഖഫിയ്യ, അല്ലാഹുവിന് ഇഷ്ടമുള്ള സജ്ജനങ്ങൾ, ഹൃദയം ശുദ്ധിയുള്ളവരെ, ഹൃദയം ശുദ്ധമായവരെ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവരെ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവരെ ഹൃദയം ശുദ്ധിയായവരാണ്, ഖൽബിൽ കറകളില്ലാത്തവരാണ്, ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലാത്തവരാണ്. ആ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ, ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ലോകമാണ്. ഒരിക്കലും എല്ലാവർക്കും സുസമ്മതനായ ഒരാൾ ലോകത്തുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ ലോകം മുഴുവൻ അംഗീകരിക്കേണ്ടിയിരുന്നു. തങ്ങൾക്ക് ശത്രുക്കളുണ്ടായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കളോടൊക്കെ വളരെ ശാന്തമായി പെരുമാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. സ്വന്തം ശത്രുവാണായിരുന്ന അബൂജഹൽ, ഫിർഔനു ഹാദിഹിൽ ഉമ്മ, അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ എന്നവര് സ്വഹാബിയായി നബിയുടെ മുമ്പിലേക്ക് വരുമ്പോ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? റഅയ്തു അലിംതു, എനിക്കറിയുമായിരുന്നു,
അന്ന മിൻ അബീക യഅതിൽ ഖൈർ, നിന്റെ വാപ്പയിൽ നിന്നൊരു നന്മ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? നബിയുടെ ശത്രുവാൻ ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ് അബൂജഹൽ. എന്നിട്ടും ആ ശത്രുവിനോട് നബി തങ്ങളുടെ കാഴ്ചപ്പാട്, ആ ശത്രുവിൽ നിന്ന് ഒരു നന്മയുണ്ടാകും, ആ ശത്രുവിൽ നിന്ന് ഒരു നന്മയുണ്ടാകും. ആ നന്മ ഇക്രിമ, നിങ്ങളെന്ന മകൻ, നിങ്ങളുടെ വാപ്പ അബൂജഹലാണ്, നിങ്ങളെന്ന മകൻ മുസ്ലിമാവുകയും സ്വഹാബിയാവുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു നന്മ നിങ്ങളുടെ വാപ്പയിൽ നിന്നുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാ വ്യത്യാസങ്ങളോ രാഷ്ട്രീയ കൊടികളുടെ വ്യത്യാസങ്ങളോ ഉള്ളതിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ ശത്രുത ഉണ്ടായിക്കൂടാ. ഇമാം ദഹബി തങ്ങളുടെ ഒരു വാക്ക് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇമാം ദഹബി തങ്ങൾ പറഞ്ഞു, കലാമുൽ അഖ്റാനി ബഅദുഹും ഫീ ബഅദിൻ യുഹ്തമൽ. സമകാലികരായ ആളുകൾ, ഒരേ കാലക്കാരായ ആളുകൾ പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് അതിന് സാധ്യത എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഒരാളുടെ കുറ്റം എടുത്തു പറയുന്നതിനേക്കാളും നല്ലത് മൂടിവെക്കൽ തന്നെയാണ്. ഇല്ല അൻ യത്തഫിഖൽ മുആസിറൂന അലാ ജർഹി ശൈഖിൻ ഫയുഅ്തമദു ഖൗലുഹും. എന്നാൽ ഒരു കാലക്കാരായ മുഴുവൻ ആളുകളും ഏതെങ്കിലും ഒരു പണ്ഡിതനിൽ കുഴപ്പമുണ്ട് എന്ന് മുആസിരിങ്ങളായ പണ്ഡിതന്മാർ മുഴുക്കെ അഭിപ്രായപ്പെട്ടാൽ ഫയുഅ്തമദു ഖൗലുഹും, ആ അഭിപ്രായം സ്വീകരിക്കപ്പെടും. അവിടെ ഒരാളെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ആലിമീങ്ങളെ കുറ്റപ്പെടുത്തിക്കൂടാ. കുറ്റപ്പെടുത്തപ്പെടേണ്ട ആളാണെങ്കിൽ അത് തെറ്റാണെന്ന് ഒരു പക്ഷേ പറയേണ്ടി വരും. പക്ഷേ അതിന്റെ പേരിൽ ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പരസ്പരം ഉൾക്കൊള്ളാനും തെറ്റുകൾ തിരുത്താനുമുള്ള വഴിയാണ്. അതുകൊണ്ട് മുഅ്മിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെന്ത് നേട്ടം? അതുകൊണ്ട് പുറത്തു കൊടുക്കുക. അങ്ങനെ പുറത്തു കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് മാപ്പ് തരും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഹശറിന്റെ 10ാമത്തെ ആയത്ത് പഠിച്ചു വെക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് പറയും ചെയ്യാം. ഒന്ന് പറഞ്ഞു നോക്കി, അല്ലാഹുമ്മ, അല്ലാഹുവേ, മൻ സബ്ബനി ഔ ശതമനി ഔ ളറബനി ഫഇന്നി ഖദ് അഫൗതു അൻഹു ലിവജ്ഹികൽ കരീം. പിന്നെ ഒരു കാര്യം കൂടെ ദുആയിരക്കേണ്ടത്, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റമദാനിൽ നമ്മൾ ദുആ ചെയ്യുന്ന ദുആയാണത്. അത് റമദാനിൽ മാത്രമല്ല, എപ്പോഴും ദുആയിരക്കുക. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ, അല്ലാഹുവേ നീ മാപ്പ് തരുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യൽ നിനക്ക് ഇഷ്ടവുമാണല്ലോ റബ്ബേ. ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് തരണമേ. നമ്മൾ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക, നമുക്ക് മാപ്പ് തരണേന്ന് അള്ളാഹിനോട് ചോദിക്കുകയും ചെയ്യാം. ഖൽബ് ശുദ്ധിയാവും, സന്തോഷമുള്ള ജീവിതം അള്ളാഹു തരും. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ അള്ളാഹുവിന്റെ അരികത്തേക്ക് നല്ല നിലക്ക് പോവാൻ വേണ്ടി കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു കവിത ചൊല്ലി അവസാനിപ്പിക്കുകയാണ്. അൽ-മുഖന്നഉൽ കിൻജി എന്ന് പറയുന്ന ഒരു കവിയുടെ കവിതയാണ്. ഞാനതിന് അർത്ഥം പറയണില്ല, ഉസ്താദന്മാർക്കൊക്കെ അത് വളരെ രസകരമായിട്ട് ആസ്വദിച്ച് മനസ്സിലാക്കാൻ കഴിയും, മുതഅല്ലിമീങ്ങൾക്കൊക്കെ. وإن الذي بيني وبين بني أبي وبين بني عمي لمختلف جدا فإن آكلوا لحمي وفرت لحومهم وإن هادموا مجدي بنيت لهم مجدا وإن ضيعوا غيبي حفظت غيوبهم وإنهم هووا غيي هويت لهم رشدا ولا أحمل الحقد القديم عليهم ولا أحمل الحقد القديم عليهم وليس كريم القوم من يحمل الحقد. അർത്ഥം പറയല്ലേ? മുഖന്നഉൽ കിൻജി പറയുന്ന പാട്ടാണത്. ഞാനും എന്റെ വാപ്പയും എന്റെ കുടുംബക്കാരും എന്റെ അമ്മാവന്റെ മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ശരിയാണ്. അവരെന്റെ മാംസം കടിച്ചു തിന്നുമ്പോൾ അവരുടെ മാംസത്തിന് കുഴപ്പമൊന്നും വരരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അഭിമാനം തകർക്കാനാണ് എന്റെ കുടുംബക്കാര് നോക്കുന്നത്, എന്നാൽ ഞാൻ അവർക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്.
ഹഫിൽതു ഗുയൂബഹും, ഞാൻ സ്ഥലത്തില്ലാതിരിക്കുമ്പോ എനിക്ക് നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നവര്, എന്നാൽ അവര് സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ അവരുടെ സമ്പത്ത്, അവരുടെ അഭിമാനം ഞാൻ കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഞാനൊന്ന് പഴച്ചു പോവണം, ഞാനൊന്ന് തകരണം, ഞാനൊന്ന് പാപ്പരാവണമെന്ന് എന്നെപ്പറ്റി അസൂയ കൊണ്ടവർ നോക്കുമ്പോൾ, അല്ലാഹുവേ നീ അവർക്ക് സന്മാർഗ ദർശനം കൊടുക്കണേ എന്നാണ് ഞാൻ അവർക്ക് വേണ്ടി കൊതിക്കുന്നത്. വലാ അഹ്മിലുൽ ഹിഖ്ദൽ ഖദീമ അലൈഹിം വലൈസ കരീമുൽ ഖൗമി മൻ യഹ്മിലുൽ ഹിഖ്ദ. ആ പഴയകാലത്തെ വിദ്വേഷങ്ങള്, പഴയകാലത്തെ വിഷമങ്ങള്, അവൾ അത് പറഞ്ഞു, ഇവൻ ഇത് പറഞ്ഞു, അന്ന് അങ്ങനെ പറഞ്ഞു, ഞാനതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കില്ലല്ലോ. കാരണം മാന്യനായ മനുഷ്യൻ മനസ്സിനുള്ളിൽ പകയില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഞാൻ പക കൊണ്ട് നടക്കില്ല എന്ന് ഒരു ജാഹിലി കവി പാടുമ്പോ നമ്മളൊക്കെ എത്ര നല്ല സന്തോഷത്തോടെ ഹദീസും ഖുർആനും കേൾക്കുന്ന ആളുകളല്ലേ. ഇനിയെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഹൃദയശുദ്ധിയോടെ ജീവിച്ചാൽ കർമ്മം കുറച്ചാണെങ്കിലും ഉള്ളതിൽ അല്ലാഹു ബർക്കത്ത് തരും. അല്ലാഹു